അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറുൽ കലാമി കലാമുല്ലാഹ് وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലയുടെ അൽ ഇർഷാദ് ഇലാ സ്വഹീഹിൽ ഇഅ്തിഖാദ് എന്ന കിതാബ് അടിസ്ഥാനമാക്കിയുള്ള അഖീദ പഠനമാണ് കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ ആരംഭിച്ചത്. അൽഹംദുലില്ലാ. അതിൽ ആദ്യത്തെ ഭാഗം ഒരു ആമുഖമായി ഷെയ്ഖ് പറഞ്ഞ എന്താണ് ഇസ്ലാമിക വിശ്വാസം, അൽ അഖീദത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമികമായ അഖീദ എന്താണ് എന്ന ഭാഗം വിശദീകരിച്ചു. ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് വുജൂബു മഅരിഫത്തിൽ അഖീദത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക വിശ്വാസം അഖീദ അത് അറിയൽ നിർബന്ധമാണ് എന്ന അധ്യായം. അദ്ദേഹം കിതാബിലേക്ക് കടക്കും മുമ്പ് 3 ആമുഖങ്ങൾ മൊത്തം കൊടുക്കുന്നുണ്ട്. അതിൽ ഒന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തതാണ്, എന്താണ് അഖീദ. 2 അത് അറിയൽ നിർബന്ധമാണ് എന്നത്. 3 ഇനി അതിലേക്ക് ദഅവത്ത് നടത്തലും ബാധ്യതയാണ്. അത് 3 പറഞ്ഞ ശേഷമാണ് അദ്ദേഹം പിന്നെ ഈമാൻ കാര്യം മാറണം 1 മുതൽ അങ്ങനെ അൽ ഈമാൻ ബില്ല മുതൽ പറഞ്ഞ് തുടങ്ങുന്നത്. വുജൂബ് മഅരിഫത്തിൽ അഖീദത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക വിശ്വാസം അറിയൽ വാജിബാണ്, നിർബന്ധമാണ് എന്നതാണ് ഈ ഒരു അധ്യായത്തിൽ അദ്ദേഹം പരാമർശിക്കുന്നത്. യഅ്ലമു വഫഖനില്ലാഹു വഇയ്യാകും അന്നഹു യജിബു അലാ കുല്ലി മുസ്ലിമിൻ അൻ യതഅല്ലമ അൽ അഖീദത്തുൽ ഇസ്ലാമിയ, എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ് ഇസ്ലാമിക വിശ്വാസം എന്താണ് എന്ന് അറിയൽ, അത് പഠിക്കൽ നിർബന്ധമാണ്. എന്തിനാണ് പഠിക്കുന്നത്? യഅരിഫ മഅനാഹ വമാ തഖൂമു അലൈഹി, എന്താണ് അഖീദ എന്നും ആ അഖീദ ഏതിലെല്ലാമാണ് നിലകൊള്ളുന്നത് എന്നും അറിയൽ നിർബന്ധമാണ്. സുമ്മ യഅരിഫ മാ യുളാദ്ദുഹാ വയുബ്തിലുഹാ വയുൻഖിസുഹാ മിന ശിർക്കിൽ അക്ബരി വൽ അസ്ഗർ, അതോടൊപ്പം ആ അഖീദയെ ബാത്തിലാക്കുന്ന, അതിനെ തകർക്കുന്ന, അതിന് പോരായ്മയുണ്ടാക്കുന്ന ചെറുതും വലുതുമായ ഷിർക്ക്, ഇതും അവൻ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ അറിയാതെ ഷിർക്ക് പോയി ചാടും, അത് ഷിർക്കെന്ന് അറിയില്ല, എന്ന് ഷിർക്കിൽ പോയി പെട്ടേക്കാം. അപ്പോൾ തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കണം, ഷിർക്ക് എന്താണ് എന്നും മനസ്സിലാക്കണം. അതൊരു മനുഷ്യന് നിർബന്ധമാണ്. ഖാല അല്ലാഹു തആല ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്. സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു തആല നബിയോട് പറയുന്നു, ഫഅലം, നബിയെ നിങ്ങൾ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും കാര്യം അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നതാകുന്നു, അത് നിങ്ങൾ അറിയണം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാനാണ് നബിയോട് അല്ലാഹു തആല ആവശ്യപ്പെടുന്നത്. നബിക്ക് വഹയുണ്ട്, നബിയാണ്, എന്നിട്ട് പോയി നബിയോട് അല്ലാഹ് പറയുന്നു, നബിയെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം എന്ന് പ്രത്യേകമായി നബിയോട് അല്ലാഹു തആല നിർദ്ദേശിക്കുന്നു. ഖാലൽ ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ്, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ അദ്ദേഹത്തെ സ്വഹീഹ് ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ നൽകി, ബാബുൽ ഇൽമി ഖബ്ല ഖൗലി വൽ അമൽ, പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്നതിന് മുമ്പ് ഇൽമ് വേണം എന്ന അധ്യായം. ആയത്തിൻ്റെ ബാക്കി, അത് ആയത്തിൻ്റെ ബാക്കിയാണ്, നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ടത് ഇതാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇമാം ബുഖാരി ഒരു ബാബ് കൊടുത്തു, ആ ബാബിന് ഹെഡിങ് അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ, ഖൗലിനും അമലിനും മുമ്പ് ഇൽമുണ്ടാകണം എന്ന ബാബ്. നമ്മൾ സ്വാഭാവിക അമൽ ചെയ്യും, ആ അമൽ പ്രകാരം ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇൽമ് അമലിനും ഖൗലിനും മുമ്പ്
പറയുന്നതിന് മുമ്പും ചെയ്യുന്നതിന് മുമ്പും അറിവുണ്ടാകണമെന്ന അധ്യായം എന്ന് ഇമാം ബുഖാരി ഒരു ഹെഡിങ് നൽകുകയും വസ്തഷ്ഹദ ബിഹാദിഹിൽ ആയത്തിൽ കരീമ, അത് തെളിവായിക്കൊണ്ട് ഈ ആയത്താണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി എടുത്തു കൊടുത്തത്. അതെ, എങ്ങനെ ഇരുമ വേണം? അത് പറയുന്ന കാര്യം അറിയണം, പറയുന്ന കാര്യം അറിയണം, അറിഞ്ഞിട്ടാണ് പറയേണ്ടത്. അറിയാത്ത കാര്യം പറയാവതല്ല, അബദ്ധത്തിൽ പോയി ചാടും, ചിലപ്പോൾ അബദ്ധമാവും, ചിലപ്പോൾ ഇല്ലാത്തത് പറയും. അത് ഒരുപാട് ആളുകൾ തെറ്റിപ്പോകുന്നത് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ വിഷയം എന്താ വെച്ചാൽ, ഇങ്ങനെ ബാബ് കൊടുത്തിട്ട് അങ്ങനെ പറയാൻ തെളിവെന്ത്? കൗലിനും അമലിനും മുമ്പ് ഇൽമ് വേണം. അതിന് തെളിവെന്താണ്? ഈ ആയത്തെ നമുക്ക് തെളിവാക്കിയത്. ഏത്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പം നബിയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നിങ്ങൾ അറിയണം. അപ്പം നബി പറയാൻ വന്ന ആളാണല്ലോ. ആദ്യം പറഞ്ഞ ആൾ നബിയാണ്, ആദ്യം അമൽ ചെയ്യുന്ന ആളും നബിയാണ്. ആ നബിയോട് അല്ലാഹു പറയുന്ന നബിയെ നിങ്ങൾ ഇതറിയണം. അപ്പം പറയും മുമ്പ് അറിഞ്ഞിരിക്കണം, ചെയ്യും മുമ്പ് അറിഞ്ഞിരിക്കണം എന്ന് ഈ ആയത്തിൽ നിന്ന് ഇമാം ബുഖാരി മനസ്സിലാക്കുന്നു. എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ അങ്ങനെ ഹെഡിങ് തന്നെ കൊടുത്തു, അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമലി എന്നൊരു ഹെഡിങ് തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി നൽകുന്നു. ഖാലൽ ഹാഫിദ് ഇബ്നു ഹജർ സ്വഹീഹ് ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയപ്പോൾ ഈ ഭാഗത്ത് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഖാല ഇബ്നുൽ മുനയ്യിർ അറാദ ബിഹി അന്നൽ ഇൽമ ശർത്തുൻ ഫീ സിഹ്ഹത്തിൽ ഖൗലി വൽ അമൽ. ഇമാം ബുഖാരി ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അന്നൽ ഇൽമ ശർത്തുൻ, ഇൽമ് ഷർത്താണ് എന്നാണ്. ഫീ സിഹ്ഹത്തിൽ ഖൗലി വൽ അമലി, ഖൗലും അമലും സ്വഹീഹാകണമെങ്കിൽ ഇൽമ് ഷർത്താണ്. ഫലാ യുഅ്തബറാനി ഇല്ലാ ബിഹി, ഖൗലും അമലും പരിഗണിക്കപ്പെടുക ഇല്ല ഇല്ലാ ബിഹി, ഇൽമിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ. ഫഹുവ മുഖദ്ദമുൻ അലൈഹിമാ, അതുകൊണ്ട് ഇൽമിനേക്കാളും അമലിനേക്കാളും ഖൗലിനേക്കാളും മുന്തിക്കേണ്ടത് ഇൽമിനെയാണ്. ലിഅന്നഹു മുസഹ്ഹിഹുൻ ലിന്നിയ്യ, കാരണം നിയ്യത്തെ സ്വഹീയാക്കുന്നത് ഇൽമാണ്. അൽ മുസഹ്ഹിഹത്തി ലിൽ അമലി, അമൽ സ്വഹീയാകാനോ നിയ്യത്ത് വേണം, ആ നിയ്യത്ത് സ്വഹീയാകാനോ ഇൽമും വേണം. അമൽ സ്വഹീയാകണമെങ്കിൽ നിയ്യത്ത് വേണമല്ലോ, നിയ്യത്ത് സ്വഹീയാണെങ്കിൽ ഇൽമു വേണം. അതുകൊണ്ട് ഖൗലും അമലുമുള്ള ഷർത്താണ് ഇൽമ് എന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് ഇവരൊക്കെ മനസ്സിലാക്കി. അപ്പോൾ അവിടേക്ക് അറിവിൻ്റെ ആഴമാണത്. ഫൈലമല്ല നമ്മൾ എത്ര വർഷം കേട്ടു, പക്ഷെ ഈ ആയത്തിൽ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതാണ് അവിടെ അറിവിൻ്റെ ആഴം. വബിൻ ഹുന, ഈ പോയിന്റിൽ നിന്നാണ് ഇത്തജഹത് ഹിമമു അഹ്ലിൽ ഇൽമി ഇലാ തഅല്ലുമി അഹ്കാമിൽ അഖീദത്തി വതഅലീമിഹാ, ഹിമ്മത്തുള്ള നിശ്ചയദാർഢ്യമുള്ള പണ്ഡിതന്മാർ അഖീദയുടെ ഹുക്മുകൾ പഠിക്കാനും പഠിപ്പിക്കാനുമെല്ലാം അവർ തുനിഞ്ഞത് ഈ ഒരു പോയിന്റ് വെച്ചുകൊണ്ടാണ്. അമല് ശരിയാകണമെങ്കിൽ ഖൗല് ശരിയാകണമെങ്കിൽ ഒക്കെ ഇൽമു വേണം എന്നതിൽ നിന്നാണ് അഖീദയുടെ കാര്യങ്ങൾ പഠിക്കണം, അത് പഠിപ്പിക്കണം എന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയത്. വഅ്തബറു ദാലിക മിൻ അവ്വലിയാത്തിൽ ഉലൂം, ഏറ്റവും മുൻതൂക്കം നൽകേണ്ട മുൻഗണന കൊടുക്കേണ്ട ഇൽമുകളിൽ അവർ പരിഗണിച്ചത് അഖീദയുടെ ഇൽമാണ്. വഅല്ലഫു ഫിഹാ മുഅല്ലഫാത്തിൻ ഖാസ്സ, അതുകൊണ്ട് അതിൽ പ്രത്യേകമായ രചനകൾ അവർ രചിച്ചു. ഫസ്സലു ഫിഹാ അഹ്കാമഹ വമാ യജിബു ഫിഹാ, ആ ഗ്രന്ഥങ്ങളിൽ അഖീദയുടെ എല്ലാ ഹുക്മുകളും അവർ വിശദീകരിച്ചു. വബയ്യനു മാ യുഫ്സിദുഹാ ഔ യുൻഖിസുഹാ മിനശ് ശിർക്കിയാത്തി വൽ ഖുറാഫാത്തി വൽ ബിദ്അഇ, ആ അഖീദയെ ബാത്തിലാക്കുന്ന ശിർക്കുകൾ, ഖുറാഫത്തുകൾ, ബിദ്അത്തുകൾ, ഇതെല്ലാം അവർ ആ കിതാബുകളിൽ വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ എന്തിനാണ് അവർക്ക് ഇപ്പോൾ കിതാബ് എഴുതിയത്? എന്തിനാണ് ആയിരക്കണക്കായ പണ്ഡിതന്മാർ അഖീദയെ കിതാബ് എഴുതിയത്? ഇത് ആളുകളെ പഠിക്കലും പഠിപ്പിക്കലും നിർബന്ധമാണ് എന്നതുകൊണ്ടാണ്. അതെ, ഖുറാഫത്ത് പിൽക്കാലത്തല്ല, ജാഹിലിയ്യ കാലത്തുള്ള പ്രയോഗമാണ്. ജാഹിലിയ്യ കാലത്തുള്ള പ്രയോഗമാണ്, പക്ഷേ ഈ അർത്ഥത്തിലൊന്നും ഉപയോഗിച്ചില്ലെന്നുള്ളൂ. അതായത് എന്തു വന്ന് പറഞ്ഞാലും എല്ലാം വിശ്വസിക്കുന്ന സ്വഭാവത്തിലാണ് ജാഹിലിയ്യ കാലത്ത് സ്വീകരിച്ചിരുന്നത്. വേറൊന്നും നോക്കൂല, എന്താണ് പറഞ്ഞാലും ഒക്കെ അംഗീകരിക്കും. അതിനാണ് ജാഹിലിയ്യ കാലത്ത് ഖുറാഫത്ത്, ഖുറാഫി എന്ന് ഉപയോഗിക്കുക. വേറെ എവിടെ നിന്ന് കിട്ടിയെന്നോ തെളിവുണ്ടോന്നോ അത് സ്ഥിരപ്പെട്ടതാണോ അതൊന്നും നോക്കൂല.
എന്ത് കഥ ആര് പറഞ്ഞാലും ആ കഥയൊക്കെ ഓൻ സ്വീകരിച്ചു പോകും. അങ്ങനെയാണ് അന്ന് ആ പേര് ഉപയോഗിച്ച് പോകുന്നത്. അത് പിന്നീട് ഇങ്ങനത്തെ ഒരു ഇസ്തിലാഹിൽ ആ സ്വഭാവമുള്ളവർക്കൊക്കെ പിന്നെ അത് ഉപയോഗിക്കാൻ തുടങ്ങിയതുള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നത് എല്ലാ അന്ധവിശ്വാസം കൊണ്ടെടുക്കുന്ന ആളുകൾക്കാണ്. അത് എന്തിനാസല് മൊത്തം കിനാബ് കൊണ്ടുവന്നാൽ മതി, ഓരോ തെളിവായി, ബാക്കിയൊന്നും നോട്ടില്ല. ഒരു കിനാബ് കണ്ടു അല്ലെങ്കിൽ അവിടെ നിന്ന് ഒച്ച കിട്ടു എന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് അത് വിശ്വസിച്ചു, പിന്നെ അതായ ഏറ്റവും വലിയ തെളിവ്. അതുകൊണ്ടാണ് ആ പേര് ഇന്ന് അങ്ങനെ ഉപയോഗിക്കുന്നത്. വഹാദാഹു മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാണ് ലാ ഇലാഹ ഇല്ലയുടെ മഅന. ഫലൈസത് മുജറദു കലിമത്തിൻ ഖാല ബിൽ ലിസാൻ തുഖാലു ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയുന്ന കേവലം ഒരു വചനമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന് ആശയമുണ്ട്. ആ ആശയം എന്താണ്? തൗഹീദ് ഉൾക്കൊള്ളുക, ശിർക്കിനെ ഒഴിവാക്കുക, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ല നാവ് കൊണ്ട് വെറുതെ ഇങ്ങനെ ചൊല്ലിപ്പറഞ്ഞു പോകാൻ മാത്രമുള്ള ഒരു വാക്കല്ല. ബല്ലഹ മദ്ലൂലുൻ വമഅന വമുഖ്തല, അതറിയിക്കുന്ന ആശയമുണ്ട്, അതിനർത്ഥമുണ്ട്, അത് തേടുന്ന കുറേ കാര്യങ്ങളുണ്ട്. തജിബു മഅരിഫതുഹാ കുല്ലഹാ വൽ അമല ബിഹാ ളാഹിറൻ വബാത്തിന വഅന്നഹ വലഹ മുനാഖിലാത്തുൻ വമുൻഖിസാത്തുൻ, അതിന് തകർക്കുന്ന കാര്യങ്ങൾ, അതിനെ കുറവ് വരുത്തുന്ന കാര്യങ്ങൾ, ഇതെല്ലാം അറിയേണ്ടതുണ്ട്. വലാ യത്തലിഹു ദാലിക ഇല്ലാ ബിത്തഅല്ലുമി, അതെല്ലാം വ്യക്തമാകണമെങ്കിൽ അത് പഠിച്ചേ പറ്റുള്ളൂ. അല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കമാലിയത്തിനെ, പൂർണ്ണതയെ തകർക്കുന്ന കാര്യം എന്ത്? അത് പഠിക്കാതെ ഒരാൾക്ക് അറിയില്ല. അവർ പക്ഷെ ഓൻ പല വാക്കും ഉപയോഗിക്കും, ഓൻ പല വിശ്വാസം കൊണ്ടെടുക്കും. ഇതൊക്കെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹയെ നശിപ്പിക്കുന്ന വാക്കുകളും വിശ്വാസങ്ങളുമായിരിക്കും, അതവനറിയില്ല. അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചെങ്കിൽ മാത്രമേ ഒരാൾക്ക് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ ശരിയാക്കാൻ പറ്റുകയുള്ളൂ. വലിഹാദാ യജിബു അൻ യകൂന ഇൽമുൽ അഖീദത്തി അസ്സദാറത്തു ബൈനൽ മുഖററാത്തി ദിറാസിയ്യ ഫി മുഖ്തലിഫിൽ മറാഹിൽ. പൊതുവെ ഒരു ഉപദേശമാണ് ആ ഒരു പാരഗ്രാഫിന് ഫുള്ള്. അവിടെ ക്ലാസ്സുകളിൽ, കോളേജുകളിൽ, ദീൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ എല്ലാം വലിയ മുൻതൂക്കം അഖീദ പഠിപ്പിക്കാൻ വേണ്ടി നൽകണം എന്ന് അദ്ദേഹം കൂട്ടത്തിൽ പറയാണ്. വെറുതെ ഒരു പേരിന് മാത്രമേ അഖീദ ഒരു വിഷയം ഇട്ടാൽ പോരാ, അവിടെയൊക്കെ വലിയ ഒരു പ്രാധാന്യം അതിന് നൽകേണ്ടതുണ്ട്. അൽ മുദരിസുൻ അക്ഫ في مختلف المراحل وأن تعطى من الحصص اليومية العدد الكافي ويختار لها المدرسون الأكفى وأن يركز عليها في النجاح والرسوب. അദ്ദേഹം സ്ഥാപനങ്ങൾക്കുള്ള ഉപദേശമാണ്. അതായത് പ്രത്യേകം പീരീഡുകൾ അതിന് കൊടുക്കണം. അഖീദ പഠിപ്പിക്കാൻ യോഗ്യരായ അധ്യാപകർ തന്നെ അത് ഏൽപ്പിക്കുകയും വേണം. വിശ്വാസം എന്നൊരു ബുക്ക് ഉണ്ടാവും മദ്രസയിലൊക്കെ, അത് ആരാ പഠിപ്പിക്കാമെന്ന് നോട്ടില്ല. അത് ഡൈനാമ് ഇടുമ്പോൾ ആർക്കാ പീരീഡ് ഒഴുകിട്ട് കൊടുക്കുക. അതല്ല, അഖീദ കൃത്യമായി അറിയുന്ന, അത് ബോധ്യമുള്ള ആളുകളാണ് കുട്ടികൾക്ക് അഖീദ പഠിപ്പിക്കേണ്ടത്. പക്ഷെ പുസ്തകം വായിച്ച് അർത്ഥം വെച്ച് പോയതുകൊണ്ട് മാത്രം അഖീദ ശരിയാവില്ലല്ലോ. മറ്റുള്ളവർക്ക് പക്ഷേ ചിലപ്പോൾ അത് മതിയായേക്കാം. എന്നാൽ അഖീദ അതല്ല. അഖീദ കൃത്യമായി അറിയുന്ന യോഗ്യരായ ആളുകൾ തന്നെ അതിന് പ്രത്യേകമായി ഏൽപ്പിക്കണം. അതേപോലെ വിജയ പരാജയങ്ങൾ വരെ അതിൽ കേന്ദ്രീകരിക്കണം അദ്ദേഹം പറഞ്ഞത്. അഖീദ പോലെ പഠിഞ്ഞെങ്കിൽ ജയിച്ചു 4ാം ക്ലാസ്സിക്ക്, അഖീദ പോലെ ശരിയല്ല നമ്മൾ തോറ്റു എന്ന് വരണമെന്ന്. അല്ല പേപ്പറിൽ മാർക്ക് കിട്ടി അവൻ ജയിച്ചു, വിശ്വാസത്തിന് പേപ്പറിൽ മാർക്ക് കിട്ടുകൊണ്ടോ ജയിക്കൂല. ഓരോ അഖീദയുടെ പേപ്പറിൽ 100-30 മാർക്ക് കിട്ടിയാൽ ഓൻ ജയിക്കൂല, അതിന് 100-100 കിട്ടണം. അഖീദയുടെ പേപ്പറിൽ 100-100 കിട്ടണം, അപ്പോഴേ ജയിക്കുള്ളൂ. 100-99 കിട്ടിയാലോ അത് പരാജയമല്ലേ. നമുക്ക് വേണ്ടത് പരീക്ഷയ്ക്ക് 100-30 കിട്ടിയാലും 25 കിട്ടിയാലൊക്കെ ഓൻ ജയിക്കും. അത് അഖീദക്ക് പറ്റൂല എന്ന് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് വിജയ പരാജയം അതിൽ കേന്ദ്രീകരിക്കണം. ഇന്നത്തെ ഒരു സിലബസ് വെച്ച് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഭൂരിഭാഗവും ഇതിനെതിരാണ്. ഒരാളും ഇത് പാലിക്കുന്നില്ല എന്ന് ശൈഖ് പറയാണ്. ഇത്തരം പഠനങ്ങളിലൊന്നും അഖീദ ഇന്ന് പൊതുവെ പരിഗണിക്കപ്പെടുന്നേ ഇല്ല. മിമ്മാ യുഖ്ഷാ മിൻ വറാഇഹി, അതിനെ പിറകിൽ നാം പേടിക്കേണ്ടതുണ്ട്. ഒരു തലമുറ ഉണ്ടായി വരും. യജ്ഹദുൽ അഖീദത സ്വഹീഹ, ഇതിന് നഷ്ടമാണ്. സ്വഹീഹായ അഖീദ അറിയാത്ത തലമുറയായിട്ട് മക്കൾ വലുതാവും. മദ്രസ 7ാം ക്ലാസ് വരെ പോയി എന്നറിയും. നമ്മുടെ വാപ്പാരും ഉദ്ദേശം തയ്ക്കും, അപ്പോൾ 7 വരെ പഠിച്ചില്ലേ, സലഫി മദ്രസ വരെ പോയത്, ഇനിയിപ്പോൾ ഒക്കെ ക്ലിയറായി. അത് മദ്രസ കമ്മിറ്റി ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ തലമുറ അഖീദ അറിയാത്ത തലമുറയായിട്ടാണ് ഇനി വളർന്നു വരിക. അങ്ങനെ വന്നാലോ ഈ ശിർക്കും ബിദഅത്തും ഖുറാഫാത്തും ഒക്കെ വളരെ വേഗം അവരിലേക്ക് വരും.
വയഅ്തബിറുഹാ മിൻ അഖീദ, ഓല് അതൊക്കെ അഖീദയായിട്ട് കണക്കാക്കും. അവർ കാണുന്ന മനുഷ്യന്മാരൊക്കെ അത് വിശ്വാസമായി കൊണ്ടടക്കുന്നു. ഇത് ബാത്തിലാണ് എന്ന് പോലും ഈ തലമുറക്ക് അറിയില്ല. അപ്പോൾ ആ തലമുറ ഇതൊക്കെ ഇസ്ലാമിൻ്റെ വിശ്വാസം തന്നെയാണ് എന്ന് മനസ്സിലാക്കി പോകും. നമ്മളിന്ന് കാണുന്ന കാഴ്ചയാണത്. മുൻപ് കാണുന്ന തലമുറകളൊക്കെ എന്താണ് വിശ്വസിക്കുന്നത്, അതാണ് അടുത്ത തലമുറയും വിശ്വസിച്ച് പോകുക. ഞങ്ങളുടെ വാപ്പാരെങ്ങനെയാണ്, വല്യപ്പാരെങ്ങനെയാണ്, പള്ളിക്കലെങ്ങനെയാണെന്ന് പറയും. ഈ പള്ളിക്കലും ഈ വീട്ടിലൊക്കെ ശരിയായ അഖീദ പഠിപ്പിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ഒന്നുമില്ല. അത് കണ്ടിട്ടാണ് അടുത്ത തലമുറകൾ വളർന്നു വരിക. അപ്പോൾ അവരിലേക്ക് ശിർക്കും ബിദഅത്തും വളരെ വേഗത്തിൽ വരികയും ചെയ്യും. വമിൻ ഹുന ഖാല അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അതാണ് ഉമർ ഖത്താബ് പറഞ്ഞ കാര്യം, യൂശികു അൻ തൻഖുല ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യരിഫുൽ ജാഹിലിയ്യ. ജാഹിലിയ്യത്ത് അറിയാത്തവർ ഇസ്ലാമിൽ വളർന്നു വന്നാൽ ഇസ്ലാമിൻ്റെ അഴിയകൾ ഓരോന്നോരോന്നായി തകർന്നു പോകുമെന്ന് ഉമർ ഖത്താബ് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. എന്താണ് ശിർക്ക്, എന്താണ് ഖുറാഫത്ത്, എന്താണ് ജാഹിലിയ്യത്ത്, ഇതൊന്നും അറിയാത്തൊരു സമൂഹം ഇസ്ലാമിൽ വളർന്നു വരുമ്പോൾ ഇസ്ലാമിൻ്റെ ഇഴകൾ ഓരോന്നായി ഉടഞ്ഞ് അതൊക്കെ തകർന്നു പോകുമെന്ന് ഉമർ ഖത്താബ് തന്നെ പറയുന്നു. കാരണം ഉമർ ഖത്താബൊക്കെ ജാഹിലിയ്യത്ത് മനസ്സിലാക്കി ഇസ്ലാമൊക്കെ വന്ന ആളാണ്. ശിർക്കും ഖുറാഫാത്തും ജീവിച്ചിട്ട് പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമായി വന്നവരാണ് സ്വഹാബിമാരൊക്കെ. എന്നാൽ പിന്നെ തലമുറ മാറി വരുമ്പോഴോ അവർക്ക് ജാഹിലിയ്യത്ത് അറിയില്ല. അപ്പം ജാഹിലിയ്യത്ത് അറിയാത്തവർ ഇവിടെ വളർന്നു വരുമ്പോൾ ഇസ്ലാം തകർന്നു പോകുന്നു. അപ്പം ജാഹിലിയ്യത്ത് കൂടി അറിയുമ്പോഴാണ് ഈ ശരിയായ വിശ്വാസത്തിൻ്റെ വിലവന് മനസ്സിലാവുക. ഹാദാ വയജിബു ഇഖ്തിയാറുൽ കുതുബി സ്വഹീഹ അസ്സലീമ. അതോടൊപ്പം തന്നെ ശരിയായ ഗ്രന്ഥങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുകയും വേണം. നല്ല അധ്യാപനം വെച്ചാൽ മാത്രം പോരാ, പീരീഡ് കൊടുത്താൽ മാത്രം പോരാ, കൊടുക്കുന്ന ഗ്രന്ഥങ്ങളും അനുയോജ്യമായതായിരിക്കണം. അല്ലത്തി ഉല്ലിഫത് അലാ മദ്ഹബി സലഫി സ്വാലിഹി വഅഹ്ലി സുന്നത്തി വൽ ജമാഅ. സലഫ് സ്വാലിഹീങ്ങളുടെ മദ്ഹബ് പ്രകാരം അഹ്ലുസുന്നയുടെ നിലപാട് പ്രകാരം എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം. വൽ മുതാബഖത്തി ലിൽ കിതാബി വസ്സുന്ന, ഖുർആനും സുന്നത്തും യോജിക്കുന്നതാവണം ആ ഗ്രന്ഥങ്ങളൊക്കെ. ഫതുഖററു അല തുല്ലാബി വതുസ്തബഅദുൽ കുതുബുൽ മുഖാലഫത്തു ലിമൻഹജി സലഫ്. അതാണ് മുഖററായിട്ട് സിലബസ് ആയിട്ട് വെക്കേണ്ടത്. അല്ലാതെ മൻഹജു സലഫിന് എതിരായ ഗ്രന്ഥങ്ങളൊക്കെ ഒഴിവാക്കപ്പെടണം. കകുതുബിൽ അശാഇറത്തി വൽ മുഅ്തസിലത്തി വൽ ജഹ്മിയ്യത്തി വസാഇൽ ഫിറഖിൽ ളാല്ലത്തി അൻ മൻഹജി സലഫ്. സലഫ് ഈ മൻഹജിൽ നിന്ന് തെറ്റിപ്പോയ മുഅ്തസിലിയാക്കൾ, അശ്അരികൾ, അതേപോലെ ജഹ്മികൾ, മറ്റു പിഴച്ച സംഘങ്ങൾ, അവിടെയൊന്നും ഗ്രന്ഥങ്ങളല്ല അഖീദ പഠിപ്പിക്കാൻ ഉപയോഗിക്കേണ്ടത്. ശരിയായ അഖീദ ഗ്രന്ഥങ്ങൾ തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇനി വൈലാ ജാനബി ദിറാസത്ത് നിളാമിയ, ഈ സിസ്റ്റമാറ്റിക്കായ പഠനങ്ങൾക്കപ്പുറത്ത്, അത് ഇപ്പോൾ സ്കൂളും അല്ലെങ്കിൽ അവിടെ സൗദിയിലൊക്കെ ആണെങ്കിൽ സ്കൂളടക്കം പഠിപ്പിക്കുന്നു, നമ്മുടെ നാട്ടിലൊക്കെ മദ്രസകൾ, ഇതിനപ്പുറത്ത് വേറെയും വേണം. യജിബു അൻ യകൂന ഹുനാക ദുറൂസുൻ, ചില ദർസുകൾ വേണം. തുഅഖദു ഫിൽ മസാജിദി, പള്ളികളിൽ സംഘടിപ്പിക്കപ്പെടുന്ന ക്ലാസുകൾ വേണം. തുദറസു ഫീഹിഹാ അൽ അഖീദത്തു സലഫിയ്യ ബിദ്ദർജത്തിൽ ഊല, ഒന്നാം പരിഗണനയിൽ പള്ളികളിൽ ക്ലാസുകളിൽ അഖീദകൾ പഠിപ്പിക്കപ്പെടണം. അതിന് പറ്റുന്ന ക്ലാസുകൾ പള്ളികളിൽ ഉണ്ടാകണം. വതുഖറഉ ഫീഹാ അൽ മുതൂൻ വശുറൂഹു, മത്തനുകളും ശർഹുകളുമായ അഖീദ ഗ്രന്ഥങ്ങൾ ആ പള്ളികളിൽ വായിക്കപ്പെടണം. ലിയസ്തഫീദ മിൻഹാ അത്തുല്ലാബു വകുല്ലു മൻ ഹദർ, അവിടെ വരുന്ന എല്ലാവർക്കും ഉപകാരമുണ്ടാവട്ടെ. മതവിദ്യാർത്ഥികൾ മാത്രമല്ല. ഒരു സ്ഥാപനത്തിൽ സിലബസ് വെച്ചാൽ അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്കേ കിട്ടുള്ളൂ. പള്ളികളിൽ ഇത്തരം ക്ലാസ് വെച്ചാലോ ആ പള്ളി നിസ്കരിക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും അത് കിട്ടും. അതിന് പറ്റുന്ന അഖീദ ക്ലാസുകൾ പള്ളികളിൽ ഉണ്ടാകണം എന്ന് അദ്ദേഹം പ്രത്യേകമായി പറയുന്നു. വയകൂന ഹുനാക മുഖ്തസറാത്തുൻ മുബ്സത്ത തുൽഖാ ലിൽ ആമ്മ, സാധാരണക്കാർക്ക് വേണ്ടി കൊടുക്കാവുന്ന ഷോർട്ടായ കൊച്ചു കൊച്ചു കൃതികളോ മറ്റോ അതും ഉണ്ടാവണം. ഇപ്പോൾ സാധാരണക്കാർക്ക് എല്ലാ വലിയ വലിയ കിതാബും പഠിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവർക്ക് പറ്റാവുന്ന വിധമുള്ള ചെറിയ രൂപത്തിൽ ഇതിന് അകത്ത് കിട്ടുന്ന അത്തരം പുസ്തകങ്ങൾ അതും ഉണ്ടാകണം. വബിദാലിക തൻതശിറു അഖീദത്തുൽ ഇസ്ലാമി, അങ്ങനെയാണ് ഇസ്ലാമിക അഖീദ പ്രചരിക്കുകയുള്ളൂ. ഇലാ ജാനിബി മാ യുദാഉ ഫിൽ ബറാമിജ് ദീനിയ്യ ബിവാസിത്തത്തിൽ ഇദാഅത്തി, അതോടൊപ്പം റേഡിയോകളിൽ ശരിയായ അഖീദകൾ പ്രചരിപ്പിക്കപ്പെടണം. ഇസ്ലാമിക പ്രോഗ്രാമുകളുടെ കൂട്ടത്തിൽ അഖീദ റേഡിയോ വഴി പ്രക്ഷേപണം ചെയ്യണം. വയകുനു ഹുനാക ബർനാമജു മുസ്തമിർ തുദാഉ മിൻ ഖിലാലിഹി അഹ്കാമുൽ അഖീദ ഇസ്ലാമി, അതോടൊപ്പം ശരിയായ അഖീദ പ്രചരിപ്പിക്കാൻ പറ്റാവുന്ന സ്ഥിരമായ പ്രോഗ്രാമുകൾ അതും ഉണ്ടാകണം. ഇതെല്ലാം ഒത്തിണങ്ങുമ്പോഴാണ് സമൂഹം അഖീദ പഠിക്കുക.
അല്ല അപ്പോൾ നമ്മൾ ജാമിഅ ഹിന്ദിൽ ഒരു അക്കീദിലെ കിതാബ് പഠിപ്പിച്ചു അതുകൊണ്ട് മാത്രം എല്ലാവരും അക്കീദും ശരിയാവില്ലല്ലോ. അപ്പോൾ പള്ളികളിൽ വേണം, പൊതുസ്ഥലങ്ങളിൽ വേണം, പ്രഭാഷണങ്ങളിൽ വേണം, റേഡിയോകളിൽ വേണം, എവിടൊക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ശരിയായ വിശ്വാസം ആളുകളിലേക്ക് പ്രചരിപ്പിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. ثم يجب أن يكون هناك اهتمام خاص بالعقيدة من جانب الأفراد. ഇനി മറുഭാഗത്ത് നോക്കിയാൽ ഓരോ വ്യക്തിയും പ്രത്യേകം ശ്രദ്ധിക്കണം അഖീദയുടെ കാര്യം. ഇതിപ്പോൾ പൊതുവായി ചെയ്യേണ്ടത് സംഘടനകളോ പള്ളി കമ്മിറ്റിക്കാരോ ഭരണാധികാരികളോ ഒക്കെ ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. എന്നാൽ വ്യക്തി എന്ന നിലക്കോ ഓരോ വ്യക്തിയും തൻ്റെ അഖീദയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. ഫയക്കുനിൽ മുസ്ലിമി മുത്താലഅത്തും ഫീ കുതുബിൽ അഖീദ. അവിടെ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ചെയ്യേണ്ടതാണ് അഖീദയുടെ ഗ്രന്ഥങ്ങൾ അവർ വായിക്കുക എന്നത് മുസ്ലിമീങ്ങൾക്കുണ്ടാവണം. വത്തഅറുഫു അലാ മാ ഉല്ലിഫ ഫീഹാ അലാ മൻഹജ് സലഫ്. മൻഹജ് സലഫ് പ്രകാരം രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ എല്ലാ മുസ്ലിമീങ്ങളും അറിയണം. വമാ ഉല്ലിഫ അലാ മൻഹജിൽ മുഖാലിഫീനഹും. എതിരാളികളെ മൻഹജിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളും വേണം അവർ മനസ്സിലാക്കാതെ. അല്ലെങ്കിൽ എന്താ, വിശ്വാസം പഠിക്കാൻ വേണ്ടി മാർക്കറ്റിൽ ബുക്ക് കിട്ടി, അത് വാങ്ങിക്കൊണ്ടേ ഓൻ വായിക്കും, എന്നിട്ട് ഓനെ വിശ്വസിക്കും. ഈ ബുക്ക് വായിക്കാൻ പറ്റുകയാണോ അല്ലേ എന്നുള്ളത് അവനറിയില്ലെങ്കിൽ പെട്ടുപോകും. അവിടെ ഏതാണ് ശരിയായ അഖീദ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ, ഏതാണ് പിഴച്ച അഖീദയുള്ള ഗ്രന്ഥങ്ങൾ എന്നൊക്കെ എല്ലാ മുസ്ലിമീങ്ങളും അറിയേണ്ടതാണ്. ഹത്താ യകൂന മുസ്ലിമു അലാ ബസീറത്തിൻ മിൻ അംരിഹി. അങ്ങനെ ഓരോ മുസ്ലിമും തൻ്റെ കാര്യത്തിൽ ഒരു ബസീറ ഉൾക്കാഴ്ചയുള്ളവനായിരിക്കണം. വഹത്താ യസ്തതിഅ റദ്ദ ശുബഹിൽ മുവജ്ജഹത്തി ഇലാ അഖീദത്തി അഹ്ലുസുന്ന. അഹ്ലുസുന്നയുടെ അഖീദക്കെതിരെ വരുന്ന എല്ലാ ശുബ്ഹാത്ത് ആശയക്കുഴപ്പങ്ങളെയും റദ്ദ് ചെയ്യാൻ, അതിനൊക്കെ മറുപടി കൊടുക്കാൻ എല്ലാ മുസ്ലിമിനും സാധിക്കണം. ആ ലെവലിലേക്ക് വ്യക്തികളൊക്കെ എത്തണം. അതിന് അഖീദ പഠിക്കണം, അഖീദ വായിക്കണം, അഖീദയുടെ പ്രോഗ്രാമുകൾ കേൾക്കണം, വിശ്വാസം പ്രചരിപ്പിക്കുന്ന ക്ലാസ് ഉണ്ട്, ആ ക്ലാസ് പങ്കെടുക്കണം. അങ്ങനത്തെ ലേഖനം വന്നു, ആ ലേഖനം വായിക്കണം. അതൊരു പുസ്തകം എഴുതപ്പെട്ടു, ആ പുസ്തകം വായിക്കണം. ഒരു പ്രസംഗത്തിൽ അഖീദ പറയുന്നുണ്ട്, അതവൻ കേൾക്കണം. അങ്ങനെ ആകുമ്പോൾ ആ രംഗത്ത് പെടുന്ന എന്തൊക്കെ ആശയക്കുഴപ്പമുണ്ടോ അതിന് മറുപടി കൊടുക്കാൻ, അതിന് ഗണ്ണിക്കുവാൻ ഓനെ കൊണ്ട് കഴിയും. ഓൻ കയറി പ്രസംഗിക്കാന്നുള്ളതല്ല, ഓനെ അഖീദയെ പഴിപ്പിക്കാൻ അപ്പം സാധിക്കുകയില്ല. അല്ലെങ്കിൽ ചെറിയൊരു ശുഭത്തേറ്റ് വന്നാൽ മതി, നമ്മുടെ അഖീദ തെറ്റിപ്പോവും. അതിപ്പോൾ എങ്ങനെയല്ല, ഇതിപ്പോൾ എങ്ങനെയല്ല വയ്ക്കുമ്പോൾ ഇത്ര ആകെ ഓനാകെ ഇളകി. അതില്ലാതെക്കണമെങ്കിൽ തൻ്റെ അഖീദ തനിക്ക് ബോധ്യം വേണം. അതാണ് ഓരോ മുസ്ലിം ചെയ്യേണ്ടത്. നിർബന്ധമാണ്. അതാണ് യജിബു എന്ന് പറഞ്ഞത്. സുമ്മ യജിബു ഇത് വാജിബായ കാര്യമാണ്. അയ്യുഹൽ മുസ്ലിം ഇന്നക ഹീനമാ തതഅമ്മൽ ഖുർആനിൽ കരീം. ഓരോ മുസ്ലിമിനോടും ഷെയ്ഖിൻ്റെ ഒരു ഉപദേശമാണ്. നീ ഖുർആൻ ഒന്ന് ചിന്തിച്ച് നോക്കുക. തജിദു ഫീഹി കസീറൻ മിനൽ ആയാതി വസ്സുവരി തഹ്തമ്മു ബിഅംരിൽ അഖീദ. ഒരുപാട് ആയത്തുകൾ, ഒരുപാട് സൂറത്തുകൾ അഖീദയുടെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിച്ച ഖുർആനിൽ കാണാൻ പറ്റും. ബൽ എന്ന് മാത്രമല്ല, ഇന്ന സുവറൽ മക്കിയ്യ തകാദു തകൂനു മുഖ്തസ്സ ബിബയാനിൽ അഖീദത്തിൽ ഇസ്ലാമിയ്യത്തി വറദ്ദി ശുബ്ഹാത്തിൽ മുവജ്ജഹത്തി ഇലൈഹാ. മക്കി സൂറത്തുകൾ അത് പ്രത്യേകിച്ചും ശരിയായ അഖീദ പഠിപ്പിക്കാനും അഖീദക്കെതിരെയുള്ള വാദങ്ങളെ ഗണ്ണിക്കുവാനുമാണ് മക്കിയായ സൂറത്തുകളെല്ലാം അല്ലാഹു തആല ഉപയോഗിച്ചിരിക്കുന്നത്. ഖുദ് മസലൻ സൂറത്തുൽ ഫാത്തിഹ, ഉദാഹരണമായി സൂറത്തുൽ ഫാത്തിഹ എടുത്ത് നോക്കി. ബാക്കിയൊന്നും വേണം, ഫാത്തിഹ സൂറത്തെടുത്താൽ തന്നെ എനിക്കവിടെ കാണാം. ഖാദൽ ഇമാമുൽ അല്ലാമ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്. ഫാത്തിഹയെക്കുറിച്ച് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു കോട്ടിങ് അദ്ദേഹം അങ്ങനെ തന്നെ ഇവിടെ പറയുകയാണ്. എഴുതം അന്ന ഹാദിഹി സൂറ ഇസ്തമത് അലാ ഉമ്മഹാത്തിൽ മതാലിബിൽ ആലിയ അതമ്മ ഇസ്തിമാലിൻ വതളമ്മത് അക്ബർ തളമ്മുനിൻ ഫസ്തമത് അല തഅരീഫി ബിൽ മഅബൂദി തബാറക വതആല ബിസലാഹത്തി അസ്മാഇൻ. ഇവിടെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫാത്തിഹ സൂറത്ത് എല്ലാ തലങ്ങളെയും ഉൾക്കൊണ്ട അധ്യായമാണ്. എല്ലാത്തിനും പരിപൂർണമായി ഉൾക്കൊണ്ടിട്ടുണ്ട്. അള്ളാഹുവിനെ മനസ്സിലാക്കുക. ഫസ്തമത് അല തഅരീഫി ബിൽ മഅബൂദി തബാറക വതആല. നമ്മുടെ മഅബൂദായ അല്ലാഹു സുബ്ഹാനഹു വതആല, ആ റബ്ബിനെ അറിയൽ അത് ഫാത്തിഹയിലുണ്ട്. അവൻ്റെ നാമങ്ങൾ അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു. അതിൽ തന്നെ 3 പേരുകൾ മർജഉൽ അസ്മാഇൽ ഹുസ്ന വസിഫാത്തിൽ ഉൽയ ഇലൈഹ വമദാറുഹ അലൈഹ. അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന മുഴുവനും അസ്ലിയായി മടങ്ങുന്നത് 3 പേരിലേക്കാണ്. അതിന് എല്ലാ സിഫത്തും മടങ്ങുന്നത് ആ 3ലേക്കാണ്. അത് 3ഉം ഉൾക്കൊണ്ട് ഇവിടെ ഏതാണ്? അല്ലാഹു, റബ്ബ്, റഹ്മാൻ. ഇതാണ് എല്ലാം. അല്ലാഹ് ഇലാഹാണ്, അല്ലാഹ് റബ്ബാണ്,
അവൻ റഹ്മത്തുള്ളവനാണ്. ഇതിലേക്കാണ് ബാക്കി എല്ലാം എത്തുന്നത്. അള്ളാഹ് റിസ്ക് കൊടുക്കുന്നു. കാരണം എന്താണ്? അള്ളാഹ് റഹ്മാനായതുകൊണ്ട്. അള്ളാഹ് അലീമാണ്, ബസീറാണ്, സമീആണ്. എന്തുകൊണ്ട്? അവൻ റബ്ബായതുകൊണ്ട്. എല്ലാ ഇബാദത്തും അല്ലാഹ്ക്കാണ്, കാരണം അവൻ ഇലാഹാണ്. അപ്പം റബ്ബിൻ്റെ എല്ലാ നാമങ്ങളും എല്ലാ സിഫത്തുകളുടെയും മദാർ, അതിൻ്റെ ആകത്തുക ഈ മൂന്നെണ്ണമാണ്. അത് മൂന്നും ഫാത്തിഹയിലുണ്ട്. ഇലാഹ്, റബ്ബ്, റഹ്മത്ത്, അല്ലെങ്കിൽ ഉലൂഹിയത്ത്, റുബൂബിയത്ത്, അതേപോലെ റഹ്മത്ത്. ഈ മൂന്നിലേക്കാണ് എല്ലാത്തിനും അവലംബം. ആ മൂന്നും ഫാത്തിഹയിൽ അല്ലാഹ് പറഞ്ഞു. അപ്പം എല്ലാത്തിനും അസ്ല് ഫാത്തിഹയിൽ ഉണ്ട്. വ ബുനിയത്തി സൂറത്തു അത് ഇലാഹിയത്തി വർ റുബൂബിയത്തി വർ റഹ്മത്തി. ഈ സൂറ ഇലാഹിയത്ത്, റുബൂബിയത്ത്, റഹ്മത്ത് ഈ മൂന്നിലും സ്ഥാപിക്കപ്പെട്ടതാണ് സൂറത്തുൽ ഫാത്തിഹ. ഇബ്നു ഖയ്യിം പറഞ്ഞ വാചകമാണ്. ഇലാഹിയത്ത് പറയാം, ഉലൂഹിയത്ത് പറയാം, റുബൂദിയത്തും പറയാം. ഇലാഹിയത്ത്, ഉലൂഹിയത്ത്, റുബൂദിയത്ത്, ഇബാദത്ത് ഇതൊക്കെ ഒരേ തലത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഫഇയ്യാക നഅ്ബുദു മബ്നിയുൻ അലൽ ഇലാഹിയ്യ. ഇയ്യാക നഅ്ബുദു എന്നുള്ളത് ഇലാഹിയത്തിൽ സ്ഥാപിതമാണ്. വഇയ്യാക നസ്തഈൻ അലൽ റുബൂബിയ്യ വതലബുൽ ഹിദായത്തി സിറാത്തുൽ മുസ്തഖീം യതഅല്ലഖു ബിസിഫത്തിർ റഹ്മ. എന്നെ മാത്രം ആരാധിക്കുന്നു. എന്തുകൊണ്ട്? അല്ലാഹ് ഇലാഹിയത്തിൽ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. കാരണം എന്താണ്? സഹായിക്കുന്നത് അല്ലാഹ് മാത്രമാണ്, ആർക്കും സഹായിക്കാൻ കഴിയില്ല. അത് റുബൂബിയത്തിൽ ബാധകമാണ്. റബ്ബേ നേരായ വഴിക്ക് ചേർക്കണമേ, ഹിദായത്ത് ചോദിക്കുന്നു. കാരണം എന്താ? അല്ലാഹ് റഹ്മത്താണ്. അടിമകൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് റബ്ബിൻ്റെ റഹ്മത്താണ്. അപ്പം ഇത് ഉൾക്കൊള്ളുന്നതാണ് ഇത് മൂന്നും. വൽ ഹംദു യതളമ്മനു ഉമൂറ സലാസ. ഹംദ് എന്നുള്ളതും ഈ മൂന്ന് കാര്യത്തെയും ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം എന്താ? ഫഹുവൽ മഹ്മൂദു ഫി ഇലാഹിയത്തിഹി വറുബൂബിയത്തിഹി വറഹ്മത്തിഹി. അൽ ഹംദുലില്ലാഹ് എന്നല്ലോ എല്ലാ സ്തുതിയും അല്ലാഹ്ക്കാണ്. അതിൽ മൂന്നുണ്ടതാണ്. എന്തുകൊണ്ട് എല്ലാ സ്തുതിയും അല്ലാഹ്ക്ക്? അല്ലാഹ് മാത്രമാണ് ഇലാഹ്, അല്ലാഹ് മാത്രമാണ് റബ്ബ്, അവനാണ് റഹ്മത്ത് ചെയ്യുന്നവൻ. അവിടെ ഈ മൂന്ന് പരിഗണനയിലും ഹംദ് അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അൽ ഹംദുലില്ലാഹ് എല്ലാ സ്തുതിയും അല്ലാഹുവിനാകുന്നു. വസ്സനാഉ വൽ ഹംദു കമാലാനി ലിജദ്ദിഹി. പരിപൂർണമായ സനാവും ഹംദും അല്ലാഹു തആലാക്ക് മാത്രമുള്ളതാണ്. വതളമ്മത് ഇസ്ബാത്തുൽ മആദി വജസാഉൽ ഇബാദി ബിഅഅമാലിഹിം ഹുസ്നിഹാ വസയ്യിഹാ. അതോടൊപ്പം മടക്കം, മആദ് പരലോകത്തേക്കുള്ള തിരിച്ചുപോക്ക് അത് ഈ സൂറയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതേപോലെ പ്രതിഫലം നൽകുക അത് ഈ സൂറത്തിലുണ്ട്. അവിടെ അമലുകൾ നല്ലതാവട്ടെ ചീത്തയാവട്ടെ എല്ലാത്തിനും പ്രതിഫലം കൊടുക്കുന്നത് ഈ സൂറത്തിൽ ഉൾക്കൊണ്ട കാര്യമാണ്. ഹുക്കം അല്ലാഹ്ക്ക് മാത്രം അത് ഈ സൂറത്തിലുണ്ട്. അതാണ് മാലിക് യൗമിദ്ദീൻ. അള്ളയാണ് മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ ഹുക്കം അല്ലാഹ്ക്ക് മാത്രമാണ്. അവിടെ സൃഷ്ടികൾക്കിടയിൽ ഹുക്കം അല്ലാഹ്ക്ക് മാത്രമാകുന്നു. വഖൗലു ഹുക്മിഹി ബിൽ അദ്ലി, അവൻ ഹുക്മ് നീതിപൂർവമാണ് എന്നുമുണ്ട്. വകുല്ലു ഹാദാ തഹ്ത ഖൗലിഹി മാലിക് യൗമിദ്ദീൻ. ഇതെല്ലാം മാലിക് യൗമിദ്ദീൻ എന്നതിൻ്റെ താഴെ ഉൾക്കൊള്ളുന്നുണ്ട്. വതളമ്മത് ഇസ്ബാത്ത് നുബുവ്വാതി മിൻ ജിഹാത്തിൻ അദീദ. അത് നുബുവ്വത്തിനെ സ്ഥിരപ്പെടുത്തൽ പല വഴിക്ക് ഈ സൂറയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ദഅവത്തും പ്രവാചകന്മാരെ നിയോഗിച്ചതും അതും ഫാത്തിഹ സൂറത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ലഭിക്കും. സുമ്മ ബയ്യനഹ റഹിമഹുല്ലാ ബികലാമിൻ മുതവ്വലിൻ മുഫീദിൻ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പിന്നീട് ദീർഘമായി ഈ പറഞ്ഞ ഓരോന്നും അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇതിന് മാത്രം കിതാബുണ്ട്. ഇയ്യാക നഅ്ബുദു മാത്രം ഇബ്നു ഖയ്യിം കിതാബ് ഇതിലുണ്ട്. മദാരിജുസ് സാലിക്കീൻ ബൈന മനാസിരി ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു എന്ന ആയത്തിനെ പറ്റി മാത്രം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ ബൃഹത്തായ കിതാബ് എഴുതി. ഇതിലൂടെ വരുന്ന എല്ലാ വിജ്ഞാന ശാഖകളും ഇത് ഉൾക്കൊള്ളുന്ന മുഴുവൻ ആശയങ്ങളും തൗഹീദിന്റെ എല്ലാ വിശദാംശങ്ങളും ഇസ്ലാമിലെ മുഴുവൻ തത്വങ്ങളും എല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നു എന്ന് സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് മദാരിജുസ് സാലിക്കീൻ. ഈ ആയത്തിൽ ആണ് അദ്ദേഹം ആ കിതാബിൻ്റെ ആകത്തുക. അപ്പോൾ അതിനാണ് ഇദ്ദേഹം എടുത്തു കൊടുത്തത്. ഇലാ അൻ ഖാൽ, അങ്ങനെ പറഞ്ഞു പറഞ്ഞ അവസാനം ഇബ്നു ഖയ്യിം പറയുന്നു ഫൽ ഖുർആൻ കുല്ലുഹു ഫിത് തൗഹീദ്. ഫൽ ഖുർആൻ കുല്ലുഹു, ഖുർആൻ മുഴുവനും ഫിത് തൗഹീദി, തൗഹീദിന്റെ വിഷയത്തിലാണ്. തൗഹീദ് അല്ലാത്ത ഒന്നും ഖുർആനില്ല. ഇബ്നു ഖയ്യിമിന്റെ വാചകമാണ്. തൗഹീദ് അല്ലാത്ത ഒന്നും ഖുർആനിലില്ല. ഒന്നുകിൽ തൗഹീദിലേക്ക് നേരെ വഹഖൂഖിഹി വജസാഇഹി, ആ തൗഹീദിന്റെ ഹക്കുകൾ അതിൻ്റെ പ്രതിഫലങ്ങൾ അതേ ഖുർആനിലുള്ളൂ. വഫീ ശഅനി ശിർക്കി വഅഹ്ലിഹി വജസാഇഹിം, അതേപോലെ ഷിർക്കിൻ്റെ ആളുകൾ ഷിർക്കിൻ്റെ കാര്യം അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഇതാണ് ഖുർആനിലുള്ളത്.
തൗഹീദിൻ്റെ പൂർത്തീകരണം, തൗഹീദുണ്ടായാൽ പാലിക്കേണ്ടത്, തൗഹീദ് ആളുകൾക്കുള്ള ഓഫറുകൾ, തൗഹീദുണ്ടായാൽ കിട്ടുന്ന നേട്ടങ്ങൾ, അതൊക്കെ ഒരു ഭാഗത്ത്. ഷിർക്കിൻ്റെ അഹലുകാർ, ഷിർക്ക് ചെയ്താൽ ദോഷങ്ങൾ, അവർക്ക് വരുന്ന നഷ്ടങ്ങൾ, അതാണ് മറുഭാഗത്ത്. അവിടെ ഖുർആൻ കംപ്ലീറ്റ് തൗഹീദാകുന്നു എന്ന് ഇബ്നു ഖയ്യിം പറയുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തൗഹീദുൻ വഅർ-റഹ്മാനിർ റഹീം തൗഹീദുൻ വഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം തൗഹീദുൻ വഗൈരിൽ മഗ്ലൂബി അലൈഹിം മഅന തൗഹീദ് മുതളമ്മിൻ ലിസുആലി ഹിദായത്തി ഇലാ തരീഖിഹി തൗഹീദി വഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ അല്ലദീന ഫാറഖു തൗഹീദ്. വഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ ആരാണ് അവർ? തൗഹീദ് വിട്ട ആളുകൾ. മഗ്ലൂബി അലൈഹിം കോപിക്കപ്പെട്ടവർ, ളാലിൻ വഴിപിഴച്ചവർ, അവരാരാ? ഫാറഖു തൗഹീദ്, തൗഹീദ് വിട്ടുപോയ ആളുകൾ. അപ്പോഴാണ് നല്ല കോപവും വഴികേടുമെല്ലാം ഉണ്ടായത്. അപ്പം ഇത് എല്ലാ ആയത്തും തൗഹീദിനെയാണ് അറിയിക്കുന്നത്. വഖാല എന്ന് ഇബ്നു ഖയ്യിം പറഞ്ഞു, വഗാലിബു സുവരിൽ ഖുർആനി മുതളമ്മിയത്തുൻ ലിനൗഇ അത്തൗഹീദ്. ഖുർആനിലെ മിക്കവാറും സൂറത്തുകൾ തൗഹീദിൻ്റെ 2 ഇനങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട്. ഫഇന്നൽ ഖുർആന ഇമ്മാ ഖബറുൻ അനില്ലാഹി വഅസ്മാഇഹി വസിഫാത്തിഹി. കാരണം എന്താ? ഖുർആനിൽ നമ്മൾ മൊത്തം നോക്കിയാൽ ഖുർആനിൻ്റെ ഉള്ളടക്കം എന്താ? ഒന്നുകിൽ അള്ളാഹിനെ കുറിച്ച് പറയുക, അള്ളാഹുവിനെ കുറിച്ച്, അവൻ്റെ പേരുകൾ, അവൻ്റെ വിശേഷണങ്ങൾ, ഇതാണ് ഒന്നുകിൽ പറയാം. വഹുവ തൗഹീദുൽ ഇൽമി അൽ ഖബരി. അതിനാണ് തൗഹീദുൽ ഇൽമി. അപ്പോൾ 2 നൗ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ 2 നൗ പറഞ്ഞത് നമ്മൾ സാധാരണ പിന്നെ അതല്ല. തൗഹീദ് 2 ഇനം എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു തൗഹീദുൽ ഇൽമി എന്ന് പറയാം, അല്ലെങ്കിൽ തൗഹീദുൽ ഖബരി എന്ന് പറയാം. 2 തൗഹീദ് ത്വലബി, തൗഹീദ് ഇറാദി എന്ന് ഇബ്നു ഖയ്യിം ഉണ്ടാക്കി തീർക്കലുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, 2 നമ്മൾ റബ്ബിനോട് അങ്ങോട്ട് തേടുന്ന കാര്യങ്ങൾ. ഒന്ന് അള്ളാഹിനെ പറ്റി നമ്മൾ ഇങ്ങോട്ട് അറിയേണ്ടതും വിശ്വസിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും, 2 നമ്മൾ അള്ളാഹിനോട് അങ്ങോട്ട് സമർപ്പിക്കുന്ന കാര്യങ്ങൾ. ഈ 2 നൗകളെയും ഉൾക്കൊള്ളുന്നതാണ് ഖുർആനിലെ മിക്കവാറും സൂറത്തുകൾ. അപ്പോൾ ഒന്നുകിൽ അള്ളാഹിനെ കുറിച്ച് പറയും, അവൻ്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ, റബ്ബിൻ്റെ പ്രവൃത്തികൾ, ഇതാണ് ഖുർആൻ പറയുക. അതൊക്കെ തൗഹീദുൽ ഇൽമിയാണ്. വഇമ്മാ ദഅവത്തു ഇലാ ഇബാദത്തിഹി വതൗഹീദിഹി വഹ്ദ ലാ ശരീക ല വഖൽഇ മാ യുഅബദു മിൻ ദൂനിഹി. അല്ലെങ്കിൽ ഖുർആനിൽ ഉണ്ടാകുന്നതാണ് അള്ളാഹിനെ മാത്രം ആരാധിക്കണം, അള്ളാഹെ ആരാധിക്കാൻ പാടില്ല, അവരെ നിങ്ങൾ ഒഴിവാക്കണം, അത് നിങ്ങൾ വർജിക്കണം. ഇതാണ് മറ്റൊന്ന് ഖുർആനിൽ ഉണ്ടാവുക. അതാവട്ടെ തൗഹീദുൽ ഇറാദി അത്വലബി. അതാണ് തൗഹീദുൽ ഇറാദി, തൗഹീദ് ത്വലബി. വഇമ്മാ അംറുൻ വനഹ്യുൻ വഇൽസാമുൻ ബിത്വഅത്തിഹി. ഞാൻ അല്ലെങ്കിൽ ഖുർആനിൽ ഉണ്ടാകുന്നതാണ് അമ്രുനഹികൾ ഉണ്ടാകും. നിസ്കരിക്കണം, നോമ്പ് നോക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം. നഹി ഉണ്ടാകും, പലിശ വാങ്ങരുത്, മദ്യപിക്കരുത്, ഇങ്ങനെ തുടങ്ങി കുറേ വിലക്കുകൾ, കുറേ കൽപ്പനകളും കുറേ വിലക്കുകളും ഉണ്ടാകും ഖുർആനിൽ. അതൊക്കെ ഫദാലിക മിൻ ഹുഖൂഖി തൗഹീദി വ മുകമ്മിലാത്തിഹി. അത് തൗഹീദിൻ്റെ മുക്കമ്മിലാണ്, തൗഹീദിനെ പൂർത്തിയാക്കുന്ന കാര്യമാണ്. തൗഹീദ് ഉണ്ടായെങ്കിലേ ഇതൊക്കെ കാര്യമുള്ളൂ. തൗഹീദില്ല, നിസ്കരിച്ച കാര്യമുണ്ടോ? ഇല്ല. തൗഹീദ് ഉണ്ട്, നിസ്കരിച്ചില്ലെങ്കിലോ ഈമാൻ പൂർത്തിയാവൂല. അപ്പം തൗഹീദിൻ്റെ പൂർത്തീകരണമാണ്, തൗഹീദിൻ്റെ ഹക്കുകളാണ് അള്ളാഹിൻ്റെ ഈ അമ്രുനഹികളെല്ലാം. അപ്പം അതും തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. വഇമ്മാ ഖബറുൻ അൻ ഇക്റാമിഹി ലഅഹ്ലി തൗഹീദിഹി വമാ ഫഅല ബിഹിം ഫിദ് ദുനിയ വമാ യുക്രിമുഹും ബിഹി ഫിൽ ആഖിറ. ഞാൻ ഈ ഖുർആനിലുണ്ടാവൽ മുഅ്മിനീങ്ങളെ പറ്റിയുള്ള വിഷയങ്ങളായിരിക്കും. മുഅ്മിനീങ്ങളെ സഹായിച്ചത്, മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തിയത്, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വ്യത്യസ്തമായ വിജയം നൽകിയത്, ഇങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ. അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് പരലോകത്ത് കിട്ടാൻ പോണ സ്വർഗത്തെപ്പറ്റി, സ്വർഗത്തിലുള്ള അനുഭൂതികൾ, അതാണ് ഖുർആനിൽ ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ അതൊക്കെ ഫഹുവ ജസാഉ തൗഹീദിഹി, അത് തൗഹീദിൻ്റെ പ്രതിഫലമാണ്. ആ പറഞ്ഞൊക്കെ തൗഹീദിൻ്റെ അയാളുടെ പ്രതിഫലം. നൂഹ് നബിയുടെ സമുദ്രം രക്ഷപ്പെടുത്തി എന്നല്ല പറയുന്നു, ലൂത്ത് നബി സമുദായത്തെ രക്ഷപ്പെടുത്തി. ആ പറഞ്ഞ എന്തിനാണ്? തൗഹീദ് ഉണ്ടായാൽ അല്ല രക്ഷപ്പെടുത്തും. അപ്പോൾ തൗഹീദിൻ്റെ പ്രതിഫലമാണത്. മുഅ്മിനീങ്ങൾക്ക് സ്വർഗമുണ്ട്. ആരാ മുഅ്മിന്? തൗഹീദുള്ളവന്. അപ്പോൾ തൗഹീദുള്ളവർ ദുനിയാവിൽ കിട്ടുന്ന നേട്ടം, പരലോകത്ത് കിട്ടുന്ന നേട്ടങ്ങൾ, അതാണ് പറയുന്നത്. അതുമല്ലെങ്കിൽ വഇമ്മാ ഖബറുൻ അൻ അഹ്ലി ശിർക്കി വമാ ഫഅല ബിഹിം ഫിദ് ദുനിയ മിൻ നകാലി വമാ ഫഅല ബിഹിം ഫിൽ ഉഖബ മിൻ അദാബി ഫഹു ജസാഉ മൻ ഖറജ അൻ ഹുക്മി തൗഹീദ്. ഞാൻ അല്ലെങ്കിൽ ഖുർആനിൽ കാണുക മുശ്രിക്കീങ്ങളായ ആളുകൾ, കുഫാറുകളായ ആളുകൾ, അവർക്കുണ്ടായ നഷ്ടങ്ങൾ, പരാജയങ്ങൾ, അവരെ കാത്തിരിക്കുന്ന പാരത്രികമായ ശിക്ഷകൾ, ഇതാണ് മറ്റൊന്ന് ഖുർആനിലുണ്ടാവുക. അതെന്താണ്? അത് തൗഹീദിൽ നിന്ന് പുറത്തു പോയാൽ ഉണ്ടാകുന്ന നഷ്ടം, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം, അതാണത്. അങ്ങനെ വരുമ്പോൾ ഖുർആൻ കംപ്ലീറ്റ് തൗഹീദാകുന്നു. അപ്പോൾ ഇബ്നു ഖയ്യിം പറഞ്ഞ അൽ ഖുർആൻ കുല്ലുഹു അത്തൗഹീദ്, ഖുർആൻ മുഴുവൻ തൗഹീദാണ്, അല്ലാത്തൊന്ന് ഖുർആൻ. അപ്പോൾ ഖുർആൻ കുറേ ചരിത്രങ്ങൾ ജയിക്കും ഉണ്ട്. ആ ചരിത്രം എന്താണ്? ഈ ചരിത്രമാണ്.
തൗഹീദ് സ്വീകരിച്ചപ്പോൾ കിട്ടിയ വിജയത്തിൻ്റെ ചരിത്രം, തൗഹീദ് കൈയൊഴിഞ്ഞപ്പോൾ ഉണ്ടായ പരാജയത്തിൻ്റെ ചരിത്രം. അല്ലാത്ത ചരിത്രം ഖുർആനിലില്ലല്ലോ. അല്ലാതെ വെറുതെ കഥ പറയാൻ വേണ്ടി ഖുർആനിൽ ഒരു ചരിത്രമില്ല. ഖുർആനിൽ പറഞ്ഞ ചരിത്രങ്ങളൊക്കെ എന്താണ്? അമ്പിയാക്കന്മാരുടെ ചരിത്രമാണ്, തൗഹീദിൻ്റെ ആളുകളുടെ ചരിത്രമാണ്. അസ്ഹാബുൽ കഹ്ഫിനെ കഥ പറഞ്ഞു. എന്തിനാ? അത് തൗഹീദ് ഉൾക്കൊണ്ടപ്പോൾ അള്ളാഹ് സഹായിച്ചത്. അപ്പോൾ ഖുർആനിൽ പറഞ്ഞ കഥകൾ, ചരിത്രങ്ങളൊക്കെ തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളാണ്. ഖുർആനിൽ പറഞ്ഞ ഹുക്മുകൾ, അമ്രുനഹികൾ, തൗഹീദുള്ളവർക്ക് പാലിക്കേണ്ട കാര്യങ്ങൾ, തൗഹീദിനെ കമ്മിയാക്കുന്ന കാര്യങ്ങൾ, തൗഹീദിനെ പൂർണ്ണതയ്ക്ക് ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ, അതാണ് ആ അമ്രുനഹികളെല്ലാം. അല്ലാത്തൊന്ന് ഖുർആനിൽ. അപ്പം ഖുർആൻ മുഴുവനും ഫൽ ഖുർആൻ കുല്ലുഹു അത്തൗഹീദ്, ഖുർആൻ പൂർണ്ണമായും തൗഹീദാകുന്നുവെന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു. ഇൻതഹ, ആ വാചകം അവസാനിച്ചു. വമാ ഇഹ്തിമാമിൽ ഖുർആനി ബിശഅനി അഖീദത്തുൽ ഇസ്ലാമിയ്യ, ഇത് ശൈഖ് പറയാണ്, ഖുർആൻ ഇങ്ങനെയൊക്കെ അഖീദൻ്റെ കാര്യം പരിഗണിച്ചിട്ടുണ്ട് എങ്കിലും ശരി, ഖുർആനിൽ ഇപ്പം ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞ പ്രകാരം തൗഹീദ് അല്ലാത്ത ഒന്നും ഖുർആനിലാണല്ലോ, ഇങ്ങനെയൊക്കെ ഖുർആൻ പരിഗണിച്ചുവെങ്കിലും ശരി, ഫഇന്ന അക്സറല്ലദീന യഖ്റഊനഹു ലാ യഫ്ഹമുന അഖീദത ഫഹ്മൻ സ്വഹീഹ, ആ ഖുർആൻ ഓതുന്ന ആളുകളിൽ മഹാഭൂരിപക്ഷം ആളുകൾക്കും അഖീദ അറിയുകയില്ല. ഫാത്തിഹ സൂറത്ത് മുതൽ നാസ് വരെ തൗഹീദ് പല രൂപത്തിൽ തിരിച്ചും മറിച്ചും പറഞ്ഞിട്ടും ഖുർആൻ ഒരുപാട് ഖത്തം ഓതുന്ന മനുഷ്യന്മാർ, ഖുർആൻ ഇഫ്ലാക്കുന്ന മനുഷ്യന്മാർ, പക്ഷെ തൗഹീദ് അവർക്ക് അറിയുകയില്ല. ഫഹും ഫസ്വാറു യുഖല്ലിതൂന വയഗ്ലിതൂന ഫീഹാ, അവർ ഇതിൽ ആശയക്കുഴപ്പമുണ്ടാകുന്നു, ഇതിൽ അബദ്ധം സംഭവിക്കുന്നു. യൻഹും യത്തബിഊന മാ വജദു അലൈഹി ആബാഅഹും, അവരൊക്കെ ബാപ്പന്മാരെന്ത് ചെയ്തോ അതിനെ പിൻപറ്റുകയാണ് ചെയ്യുന്നത്. വലാ യഖ്റഊന ഖുർആന ബിതദബ്ബുരിൻ, ഖുർആൻ ചിന്തിച്ചുകൊണ്ട് അവർ പാരായണം ചെയ്യുന്നില്ല. ഖുർആൻ ഓതുന്നുണ്ട്, വിശ്വാസം ബാപ്പാൻ്റെ വിശ്വാസം, ഓതുന്നത് ഖുർആനാണ്. ഇത്ര ഹത്ത ഓതി അറിയും. ആ ഖുർആനെ പറഞ്ഞ് വിശ്വസിക്കുക വെച്ചാലോ, എൻ്റെ ബാപ്പ അങ്ങനെയാണ്, വല്യപ്പ അങ്ങനെയാണ്, മഹല്ലമ്മച്ച എങ്ങനെയാണ്, നാട്ടിലൊക്കെ അപ്പം അങ്ങനെയല്ലേ. അപ്പം ഈ ഓത്തിന് എന്താ അർത്ഥമുള്ളത്? എത്രയോ തവണ ഓതിപ്പോകുന്നു, പക്ഷേ വിശ്വസിക്കുന്നത് ബാപ്പന്മാരുടെ വിശ്വാസത്തെയാകുന്നു. ഫലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ശൈഖ് അഹ്മദ് ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ ഒരു ശരിയായ ചിത്രം അദ്ദേഹം ഇതിൽ പകർത്തിക്കൊണ്ടാണ് ഈ പറഞ്ഞത്. റമദാൻ മാസങ്ങളിൽ വന്നാൽ നിൽക്കാതെ ഖത്തം ഓതുന്ന മനുഷ്യന്മാരുണ്ട്, പക്ഷെ വിശ്വാസകാര്യം പറഞ്ഞാലോ അത് പാപ്പാർ വിശ്വസിച്ച പോലെ. അപ്പം ഈ ഓത്തും പോലെ വിശ്വാസവും യാതൊരു ബന്ധവുമില്ല. അപ്പം ഖുർആൻ ഇങ്ങനെയൊക്കെ തൗഹീദ് പഠിപ്പിച്ചിട്ടും ഖുർആൻ ഓതുന്ന ആളുകൾക്ക് ഈ തൗഹീദ് അറിയില്ല. ഓതാത്തത് പോട്ടെ, ഖുർആൻ അംഗീകരിക്കാത്ത, ഖുർആൻ തള്ളിപ്പറയുന്ന ആളുകൾ, അത് പിന്നെ നിർവാഹമില്ല. പക്ഷെ ഖുർആൻ അംഗീകരിക്കുന്ന ആളുകൾ, ഖുർആനിൻ്റെ അഹ്ലുകാർ എന്ന് പറയുന്നവർ, ഖബറിൽ വരെ ഇമാം ഏകദേശം ഖുർആനാണ് ഇമാം എന്ന് പറയാൻ പഠിപ്പിക്കുന്ന ആളുകൾ, എന്നാൽ ആ വിശ്വാസ കാര്യത്തിൽ ആ ഖുർആനെ ഇമാമാക്കാൻ പറഞ്ഞാൽ യത്തബിഊന മാ വജദു അലൈഹി ആബാഅഹും, ബാപ്പന്മാരെങ്ങനെയാണോ അതാണ് അവർ പിന്തുടരുന്നത്. അതുകൊണ്ട് തൗഹീദ് അറിയുക എന്നുള്ളത് നിർബന്ധമാണ്. അഖീദ പഠിക്കൽ, അത് പഠിക്കാനും പഠിപ്പിക്കാനും സംവിധാനം ഉണ്ടാക്കൽ നിർബന്ധമാണ്. ഇനി അദ്ദേഹം കൂടെ പറഞ്ഞത് അദ്ദഅവത്തുൽ അഖീദത്തുൽ ഇസ്ലാമിയ്യ, അതോടൊപ്പം ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് ദഅവത്ത് നടത്തൽ അതും ബാധ്യത തന്നെയാണ്. അപ്പം ആദ്യം എന്താണ് അഖീദ എന്ന് പറഞ്ഞു, രണ്ട് അഖീദ പഠിക്കണം പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇനി ആ അഖീദ പ്രചരിപ്പിക്കുകയും വേണം. യജിബു അലൽ മുസ്ലിമി, മുസ്ലിമി നിർബന്ധമാണ്. ബൈദമാ യമന്നുല്ലാഹു അലൈഹി ബിമഅരിഫത്തി ഹാദിൽ അഖീദത്തി വത്തമസ്സുകി ബിഹാ, ഈ അഖീദ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ മുറുകെ പിടിക്കാനും അള്ളാഹു അനുഗ്രഹം ചെയ്താൽ പിന്നെ അവന് നിർബന്ധമാണ് ജനങ്ങളിലേക്ക് ക്ഷണിക്കൽ, എന്തിനാണത്? അവരെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനായി അവർ കൂടുതൽ പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണ്. അള്ളാഹ് പറഞ്ഞു, ഫമൻ യക്ഫുർ ബിത്വാഗൂതി വയുമിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ ഉസ്ഖാ ലം ഫിസാമ ലഹാ വല്ലാഹു സമീഉൻ അലീം. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ദുലുമാതി ഇലൻ നൂർ, അല്ലാഹുവാണ് മുഅ്മിനീങ്ങളെ വലിയ, അവരെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അല്ലാഹു തആല കൊണ്ടുവരുന്നു. വല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾ, ഔലിയാഹുമുത് ത്വാഗൂത്ത്, അവർ ഔലിയാ ത്വാഗൂത്താണ്. യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ദുലുമാത്, അവരെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, അവർ നരകക്കാരാകുന്നു, അതിലവർ നിത്യവാസികളാകുന്നു. വദ്ദഅവത്തു ഇലൽ അഖീദത്തുൽ ഇസ്ലാമിയ്യ, ഇസ്ലാമിക വിശ്വാസത്തിലേക്കുള്ള ദഅവത്ത് ഹിയ ഫാത്തിഹത്തു ദഅവത്തി റുസുലി ജമീഅ,
എല്ലാ റസൂലുമാരുടെയും ദഅവത്തിന്റെ തുടക്കം അതാണ്. എല്ലാ അമ്പിയാക്കളും ആദ്യം ക്ഷണിച്ചത് വിശ്വാസകാര്യത്തിലേക്കാണ്. ഫലം യകൂനു യബ്ദഊന ബിശൈഇൻ ഖബ്ലഹാ, അതിന് മുമ്പ് ഒരു കാര്യവും പ്രവാചകന്മാർ തുടങ്ങിയിട്ടില്ല. ഒരു നബി വന്നാൽ ആദ്യം പറഞ്ഞ കാര്യം വിശ്വാസകാര്യം. അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാ, പിന്നെ പറയാ, ആദ്യം നമ്മളെ ഒരിക്കൽ പിന്നെ വെറുപ്പില്ലാത്ത പറയാ എന്നല്ല. ഒരൊറ്റ നബിയും തൗഹീദ് പറയും മുമ്പ് ഒരു കാര്യവും ആരംഭിച്ചിട്ടില്ല പറയാൻ. അല്ലാഹ് പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലിനെ പറഞ്ഞയച്ചു. എന്തിനാ പറഞ്ഞയച്ചത്? അൻ ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണം, വജ്തനിബുത് ത്വാഗൂത്ത്, മറ്റുള്ള ആരാധന മുഴുവൻ ഒഴിവാക്കണം എന്ന് പറയാനാണ് റസൂലുമാരെ നിയോഗിച്ചത്. അപ്പോൾ എല്ലാ അമ്പിയാക്കളുടെയും ദഅവത്തിന്റെ ഫാത്തിഹ, തുടക്കം ഇസ്ലാം അഖീദയാണ്, ഇസ്ലാമിക വിശ്വാസമാണ്. വകുല്ലു റസൂലിൻ, എല്ലാ റസൂലുമാരും യഖൂലു ലിഖൗമിഹി അവ്വല മാ യദ്ഉഹും, ആ ഖൗമിനോട് ദഅവത്ത് നടത്തുമ്പോൾ ആദ്യമായി പറഞ്ഞ കാര്യം ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. സൂറത്ത് ഹൂദിൽ അല്ലാഹു തആല ആവർത്തിച്ചു പറഞ്ഞ ആയത്താണ്. ഓരോ നബിമാർ ചരിത്രം പറയുമ്പോഴൊക്കെ അല്ലാഹു അവിടെ പറഞ്ഞു, ഖാല യാ ഖൗമി ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. ഇതാണ് റസൂലുമാർ ആദ്യം പറഞ്ഞത്. കമാ ഖാല നൂഹുൻ വഹൂദുൻ വസ്വാലിഹുൻ വശുഐബുൻ വഇബ്രാഹീമു വമൂസ വഈസ വമുഹമ്മദുൻ വസാഇർ റുസുലി അലൈഹിം സ്വലവാത്തുല്ലാഹി വസലാമുഹു അജ്മഈൻ. ഈ എല്ലാ നബിമാരും ആദ്യമായി ദഅവത്ത് നടത്തിയത് തൗഹീദിലേക്കാണ്. ഫയജിബു അലാ മൻ അറഫ ഹാദിൽ അഖീദ വഅമില ബിഹാ, അതുകൊണ്ട് ഈ അഖീദ മനസ്സിലായ അത് അമൽ ചെയ്യുന്ന ആളുകൾക്ക് നിർബന്ധമാണ് അല്ലാ യുക്തസിറ അലാ നഫ്സിഹി, തൻ്റെ കാര്യത്തിൽ പരിമിതപ്പെടാതിരിക്കുക. എൻ്റെ വിശ്വാസം ശരിയായി, ഇനി മറ്റൊരു എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ല, അതല്ല, പറഞ്ഞു കൊടുക്കണം. ബൽ യദ്ഉ നാസ ഇലൈഹാ, ആളുകൾ ക്ഷണിക്കണം. ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, ഹിക്മത്തോടു കൂടി സതുപദേശത്തോടു കൂടിയാണ് ക്ഷണിക്കേണ്ടത്. കമാ ഹുവ സബീലുൽ മുർസലീന വഅത്ബാഇഹിം, അതാണ് പ്രവാചകന്മാരുടെ വഴി, അതാണ് പ്രവാചകന്മാരുടെ അനുയായികളുടെയും മാർഗം. വഇന്ന ദഅവത ഇലാ ഹാദിഹിൽ അഖീദ ഹുവൽ അസാസ് വൽ മുൻതലഖ് ഫലാ യുദ്അ ഇലാ ശൈഇൻ ഖബ്ലഹാ മിൻ ഫഇലിൽ വാജിബാതി വതർക്കിൽ മുഹറമാതി ഹത്താ തഖൂമ ഹാദിഹിൽ അഖീദ വതതഹഖഖ്. അതുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് ഒരു വാജിബിലേക്കും ക്ഷണിക്കുന്നില്ല, ഒരു ഹറാമിനെ കുറിച്ചും പറയുന്നില്ല. അഖീദ ശരിയാക്കിയിട്ട് വേണം ഒരു ബാക്കി പറയാൻ. لأنها هي الأساس المصحح لجميع الأعمال, ഇതാണ് അടിത്തറ, ഇതാണ് അമലുകൾ സ്വഹീഹാവാനുള്ള കാര്യം. അത് തറയിടാതെ തൽക്കാലം നമ്മൾ മേൽക്കാലം ബുദ്ധിക്കാലം പറ്റുമോ? ഒരു ബിൽഡിംഗ് പണി തുടങ്ങുമ്പോൾ തറ പിന്നെ നോക്കാം, അതിപ്പോൾ തൽക്കാലം വേണ്ട, അത് അടി കുഴിക്കണം, വലിയ പണിയാണ്, അതിപ്പോൾ തൽക്കാലം നമുക്ക് ഇപ്പോൾ പറ്റൂല. ഇപ്പം നമ്മൾ തൽക്കാലം ആണ്ട് പടവൊടുങ്ങുക, എന്നിട്ട് വാർപ്പൊക്കെ ഇട്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ട് പിന്നെ മട്ടം പോലെ തറ ഇടുക എന്ന് പറയുന്നല്ലോ. അപ്പോൾ ബാക്കി ശരിയാവണമെങ്കിൽ അടിത്തറ വേണം. ആ അടിത്തറ ശരിയാക്കാതെ ബാക്കി പണിയെടുക്കുക എന്നുള്ളത് പ്രായോഗികമല്ല, ബുദ്ധിയല്ല. അമ്പിയാക്കും ദഅവത്തുണ്ട്, അമ്പിയാക്കളെ കൂടെ സമൂഹം ഉണ്ടാവും, ആ സമൂഹത്തിന് മാതൃകയായി ജീവിക്കുന്നു. പുതിയ ശരീഅത്തില്ല എന്നുള്ളൂ, മറ്റേ നബിയുടെ ശരീഅത്ത് അതേപോലെ അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുന്നു, വഹയി വരുന്നു, മുഅ്ജിസത്തുണ്ടാകുന്നു, മാതൃകായോഗ്യനായി ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നു, അവർ സംശയം തീർത്തു കൊടുക്കുന്നു. ഇതൊക്കെ നബിയുടെ ബാധ്യതയാണ്. ആ സമൂഹം പഴിച്ചു പോയിട്ടുണ്ടാവില്ല, ഓരോ പിഴക്കാതെ നിലനിർത്തുന്ന പണിയാണ് ഇവർ ചെയ്യുന്നത്. ബദാഹത്തൻ, ഇതെന്നെ ഉദാഹരണം പറഞ്ഞു. ഏതൊരാൾക്കും ബദീഹിയായി പ്രകൃതിപരത്തിൽ അറിയുന്ന കാര്യമാണല്ലോ ഐ അന്ന അയ്യ ബിനാഇൻ ലാ യഖൂമു വലാ യസ്തഖീമു ഇല്ലാ ബഅദ ഇഖാമത്തി അസാസിഹി, ഏത് നിർമ്മാണവും ഏത് ബിൽഡിങ്ങും തറയില്ലാതെ നിൽക്കുകയില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഇതിന് വളരെ സംശയിക്കാമെന്നില്ലല്ലോ. എന്ത് ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ ഒരു വിറകും വരെ കിട്ടണമെങ്കിൽ പോലും, ഒരു കോഴിക്കോട് ഉണ്ടാക്കണമെങ്കിൽ പോലും ആദ്യം ഉണ്ടാക്കാൻ എന്താണ്? അതിൻ്റെ ബേസല്ലേ. ആ ബേസ് ശരിയാക്കാതെ മേൽക്കെടുക്കാൻ പറ്റുമല്ലോ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാർ എല്ലാത്തിനും മുമ്പ് ഇത് പരിഗണിച്ചത്. ഖബല കുല്ലി ഷൈഇൻ വകാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദമാ യബ്അസു അദ്ദുആത യൂസിഹിം ബിൽ ബദാഅത്തി ബിദ്ദഅവത്തി യാ തസ്ഹീൽ അഖീദ. നബി തങ്ങൾ ഓരോ നാട്ടിലേക്ക് ഓരോ സഹാബികളെ പറഞ്ഞേക്കും, ദഅവത്തിന് വേണ്ടി പോകുമ്പോൾ വസിയത്ത് കൊടുക്കും. നീ അവിടെ പോയി ആദ്യം പറയേണ്ടത്
തൗഹീദാകുന്നു എന്ന് നബി വസിയത്ത് പോലും കൊടുത്ത് കാണാൻ പറ്റും. ഫൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് പറയുന്നു, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ ബഅസ മുആദൻ ഇലൽ യമൻ, മുആദിനെ നബി ഞങ്ങൾ യമനിലേക്ക് പറഞ്ഞയച്ചു ദഅവത്തിന് വേണ്ടി. അന്ന് ചെറുപ്പക്കാരനാണ് മുആദ്, 10-30 വയസ്സ് പ്രായമുള്ളൂ. ആ സമയത്ത് യമനിലേക്ക് പറഞ്ഞയക്കണം. അന്ന് നബി ഞങ്ങൾ പറഞ്ഞു, ഖാല ലഹു ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, നീ ചെല്ലുന്നത് അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളിലേക്കാകുന്നു. അപ്പോൾ പോണ നാട് എന്താണ്, സാഹചര്യം എന്താണ് എന്ന് ദഅവത്തിന് പോണ അറിയണം. കാരണം വെറുതെ ചെല്ലാൻ പറ്റില്ലല്ലോ. ആ നാട്ടിലെ അവസ്ഥ എന്താ, അവിടുത്തെ ആളുകൾ എന്താണ്, ഓരോ രീതി, ഓരോ വിശ്വാസം എന്താണ്, അത് പഠിപ്പിച്ചു കൊടുക്കാൻ നബി അവിടെ. എന്നിട്ട് നബി ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു, അവിടെ ചെന്നാൽ ഫൽയകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹി, അവിടെ ചെന്നാൽ നീ ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത് ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിലേക്കാണ് നീ ആദ്യം ക്ഷണിക്കേണ്ടത്. വഫി റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇലാ അൻ യുവഹിദുല്ലാഹ്, അള്ളാഹിന്റെ ഏകത്വത്തിലേക്കാണ്, തൗഹീദിലേക്കാണ് നീ ആദ്യമായി ക്ഷണിക്കേണ്ടത്. ഫഇൻഹും അത്വഅഊക ലിദാലിക, അങ്ങനെ അവർ അത് അംഗീകരിച്ചാൽ, നീ അവിടെ പോയി തൗഹീദ് പറഞ്ഞു, ആ തൗഹീദ് അവർ അംഗീകരിച്ചു എങ്കിൽ ഫഅലിംഹും, നീ അവരെ അറിയിക്കണം, അന്നല്ലാഹ ഇഫ്തറ അലൈഹിം ഖംസ സ്വലവാത്തിൻ ഫീ കുല്ലി യൗമിൻ വലൈല, എല്ലാ ദിവസത്തിലും 5 നേരത്തെ നിസ്കാരം അള്ളാഹ് ഫർളാക്കിയിട്ടുണ്ട് എന്ന് നീ അറിയിക്കണം. എപ്പോ? ഇതവർ അംഗീകരിച്ചാൽ. നീ ആദ്യം തൗഹീദ് പറയുക, ആ തൗഹീദ് അംഗീകരിച്ചാൽ 5 നേരം നിസ്കാരം നിർബന്ധമാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഫഇൻഹും അത്വഅഊക ലിദാലിക, അതും അംഗീകരിച്ചാൽ ഫഅലിംഹും അന്നല്ലാഹ ഇഫ്തറ അലൈഹിം സദഖതൻ തൂഖദു മിൻ അഗ്നിയാഇഹിം ഫതുറദ്ദു അലാ ഫുഖറാഇഹിം, അവർക്ക് അല്ലാഹ് സദഖ നിർബന്ധമാക്കിയിട്ടുണ്ട്, സക്കാത്ത് നിർബന്ധമാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. അത് ധനികരിൽ നിന്ന് പിടിക്കപ്പെടും, ദരിദ്രന്മാർക്ക് കൊടുക്കപ്പെടുന്ന രൂപത്തിൽ അള്ളാഹു അതിൽ ഫർളാക്കിയിരിക്കുന്നു എന്ന് പറയുക. ഫഇൻഹും അത്വഅഊക ലിദാലിക, അതിനും അവർ തയ്യാറായാൽ, സക്കാത്ത് തയ്യാറായി, നിസ്കരിക്കാൻ തയ്യാറായി എങ്കിൽ ഫഇയ്യാക വകറാഇമ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ ഏറ്റവും മുന്തിയത് സ്വീകരിക്കരുത്, അതിനെ സൂക്ഷിക്കണം. സക്കാത്ത് വാങ്ങുമ്പോൾ ഏറ്റവും മുന്തിയതല്ല വാങ്ങേണ്ടത്, ഏറ്റവും താന്നതുമല്ല, ഇടത്തരമാണ് വാങ്ങേണ്ടത്. ഇപ്പം തേങ്ങക്ക് സക്കാത്ത് വെക്കുമ്പോൾ തേങ്ങയാണ് വാങ്ങാം, നെല്ലാണ് സക്കാത്ത് വാങ്ങാം. അപ്പോൾ പറമ്പിലിട്ട തേങ്ങയുടെ ഏറ്റവും നല്ല തൊടുള്ളത് നല്ല ഐറ്റം നോക്കിയിട്ട് സക്കാത്തിന് ഏറ്റവും നല്ല കൊണ്ടുപോകുക ഇല്ല, എന്നാൽ ഏറ്റവും മോശപ്പെട്ടത് സക്കാത്തിന് കൊടുക്കുക അതും പറ്റൂല. ഏറ്റവും മുന്തിയ കൊടുത്തോട്ടെ, ഒരു ഇടത്തരം നല്ല ഐറ്റം നോക്കി എടുത്താൽ മതി. ഫഇയ്യാക, നീ സൂക്ഷിക്കണം, വകറാഇമ അംവാലിഹിം, അവരുടെ സമ്പത്തിലെ ഏറ്റവും മുന്തിയതിനെ നീ സൂക്ഷിക്കണേ, അത് തന്നെ നോക്കി നീ വാങ്ങരുത്. സ്വതക്ക നമുക്ക് എങ്ങനെയും കൊടുക്കാം, അത് ഓനസ്റ്റല്ലേ, ഇത് ബാധ്യതയാണ്. വത്തഖി ദഅവത്തൽ മദ്ലൂം, മറ്റൊരു കാര്യം നബി പറഞ്ഞു, മദ്ലൂമിൻ്റെ ദുആ നീ ശ്രദ്ധിക്കണം കേട്ടോ. ദുൽമിന് വിധേയമായ മനുഷ്യന്റെ പ്രാർത്ഥന അത് നീ ശ്രദ്ധിക്കാൻ. കാരണം ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, അവൻ്റെയും പടച്ചറബിൻ്റെയും ഇടയിൽ ഹിജാബില്ല. അതുകൊണ്ട് ഒരാളും ദുൽമ ചെയ്യാൻ പാടില്ല. ദുൽമ ചെയ്തിട്ട് ആ മദ്ലൂമെങ്ങാനും പഠിച്ചോരേന്നാണ് വിളിച്ചാൽ അത് നേരെ നിനക്ക് കിട്ടും, അതും നീ ശ്രദ്ധിക്കണം എന്ന് നബി ഞങ്ങൾ ഉപദേശം കൊടുത്തിട്ടാണ് മുആദ് ബിൻ ജബലിനെ പറഞ്ഞയച്ചത്. റവാഹുൽ ബുഖാരിയു വ മുസ്ലിമുൻ, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമുമാണ് ഇത് റിവായത്ത് ചെയ്തത്. അപ്പം കണ്ടോ, അവിടെ നബി ഞങ്ങൾ കൊടുത്ത ആ ഒരു കൃത്യമായ ദഅവത്തിൻ്റെ ലൈനുണ്ട്. ആദ്യമായി പറയേണ്ടത് ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് അംഗീകരിച്ചാൽ നിസ്കാരം പറയുക, അത് അംഗീകരിച്ചാൽ നോമ്പ് പറയുക എന്ന് തന്നെ നബി ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അപ്പം തൗഹീദ് പറയാതെ നിസ്കരിക്കാൻ വരി പള്ളിക്ക് എന്ന് പറയുന്ന അഴുവത്ത് അമ്പിയാക്കന്മാർ അഴുവത്തല്ല അർത്ഥം, മൻഹജ് തെറ്റിയവിടെ. തൗഹീദ് പറയില്ല, ശിർക്ക് പറയില്ല, നിസ്കരിക്കാൻ പള്ളി വിളിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞതല്ല അമ്പിയാക്കന്മാർ ചെയ്തത്. ഫമിൻ ഹാദൽ ഹദീസ് ശരീഫ്, ഈ പവിത്രമായ ഹദീസിൽ നിന്ന് വമിൻ ഇസ്തിഖ്റാഇ ദഅവത്ത് റുസ്ലി ഫിൽ ഖുർആൻ, ഖുർആനിൽ റസൂലുമാരുടെ ദഅവത്ത് പറഞ്ഞ എല്ലാം കൂടി പരിശോധിച്ചാൽ അതിൽ നിന്നുമൊക്കെ വമിൻ ഇസ്തിഖ്റാഇ സീറത്ത് റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ ചരിത്രം പരിശോധിച്ചാലും അതിൽ നിന്നൊക്കെ യൂഖദു മൻഹജു ദഅവത്തി ഇലല്ലാഹ്, അതിൽ നിന്നൊക്കെ ദഅവത്തിൻ്റെ മൻഹജ് എന്താണ്, രീതിശാസ്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. വഅന്ന അവ്വല മാ യുദ്അ അന്നാസു ഇലൈഹി ഹുവൽ അഖീദ, ആളുകൾ ആദ്യമായി ക്ഷണിക്കേണ്ടത് അഖീദയാണെന്ന് മനസ്സിലാകും. അൽ മുസ്തമിലത്തി ബിഇബാദില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു വതർക ഇബാദത്തി മാ സിവാഹു കമാ ഹുവ മഅനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അല്ലാഹുവിനെ ആരാധിക്കാതിരിക്കുക എന്ന ലാ ഇലാഹ ഇല്ലയുടെ ആശയം, അതാണ് ആദ്യമായി ദഅവത്ത് നടത്തേണ്ടത്. ഖുർആനിൽ നിന്ന് മനസ്സിലാകും, റസൂലുമാരുടെ ദഅവത്ത് നോക്കിയാൽ മനസ്സിലാകും,
മുഹമ്മദ് നബിയുടെ ചരിത്രം നോക്കിയാലും മനസ്സിലാകും. ആദ്യത്തെ ദഅവത്ത് തൗഹീദിലേക്കാണ്. വഖദ് മക്കസ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മക്ക 13 സന ബഅദൽ ബിഅസ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി ആയതിനു ശേഷം മക്കയിൽ 13 കൊല്ലം ജീവിച്ചു. അന്ന് നബി തങ്ങൾ ദഅവത്ത് നടത്തിയത് അഖീദ ശരിയാക്കുന്നതിലേക്കാണ്. ബിഇബാദില്ലാഹി വഹ്ദഹു വതർക ഇബാദത്തിൽ അസ്നാം. അന്ന് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടാൻ പാടില്ല എന്നുമാണ് നബി തങ്ങൾ അവിടെ ആദ്യമായി പ്രബോധനം ചെയ്തത്. ഖബ്ല യഅ്മുറ ബിസ്സലാത്തി വസ്സകാത്തി വസ്സൗമി വൽഹജ്ജി വൽജിഹാദി വതർകിൽ മുഹറമാത്തി മിനർ റിബ വസ്സിന വൽഖംരി വൽമൈസിർ. നബി തങ്ങൾ മക്കയിൽ ജീവിച്ച കാലത്ത് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഒന്നും കൽപ്പിച്ചിട്ടില്ല. വ്യഭിചരിക്കാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, പലിശ വാങ്ങാൻ പാടില്ല, ഇതൊന്നും അന്ന് പഠിപ്പിച്ചിട്ടില്ല. ഈ ഹറാമുകളൊന്നും ഹറാമാക്കിയിട്ടില്ല. ഈ ഫർളുകളൊന്നും ഫർളായി അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അപ്പൊ ഈ 13 കൊല്ലം പിന്നെ എന്താ നബിയുടെ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അന്ന് ലാ ഇലാഹ അംഗീകരിച്ചുള്ള മുസ്ലിമായി വന്നാൽ 5 നേരം പള്ളിക്ക് വരണോ? വേണ്ട. പിന്നെ ഉണ്ട്, അതൊക്കെ അന്നുണ്ട്. ശരീഅത്തന്നുമുണ്ട്. ശരീഅത്തിൽ വിശദാംശങ്ങൾ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. വിശദാംശങ്ങൾ വ്യത്യാസം ഉണ്ടാകും. അസ്ലിയായതൊക്കെ അന്നുണ്ടാവും. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജൊക്കെ അവർക്കുമുണ്ട്. അതേപോലെ അസ്ലിയായി ഹറാമായ സംഗതികളൊക്കെ അന്നും ഹറാം തന്നെയാണ്. അതൊന്നും ഹലാലായിട്ടില്ല. വ്യഭിചാരം ഹലാലായ ഒരു നബി ഉണ്ടാവില്ല. അത് എല്ലാ കാലത്തും ഹറാം തന്നെയാണ്. എന്നാൽ മറ്റു വിശദാംശങ്ങളിലാണ് വ്യത്യാസം ഉണ്ടാവുക. ശരീഅത്തിൻ്റെ ഏറ്റവും മൈന്യൂട്ടായ പോയിന്റുകൾ അവിടെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. നിസ്കാരത്തിൻ്റെ രൂപത്തിൽ വ്യത്യാസം ഉണ്ടാകും. നോമ്പിൻ്റെ അഹ്കാമിൽ വ്യത്യാസം ഉണ്ടാകും. അതേപോലെ സക്കാത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും. ഇതൊക്കെ അന്നുണ്ടാവുക. അപ്പോൾ പിന്നെ സക്കറിയ നബിൻ്റെയും യഹ്യ നബിൻ്റെയും കഥ പറഞ്ഞപ്പോൾ അന്ന് പറഞ്ഞല്ലോ, അന്ന് നിസ്കാരം സക്കാത്ത് അവർ കുടുംബത്തോട് കൽപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് കാണാം. കുത്തിബ അലൈക്കും സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. പക്ഷെ നോമ്പിലെ വിശദാംശങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. സമയം വ്യത്യാസം ഉണ്ടാകും. ഡ്യൂറേഷൻ വ്യത്യാസം ഉണ്ടാവാം. അതേപോലെ അതിലെ ഹുക്കുമുകൾ വ്യത്യാസം ഉണ്ടാവാം. അതെ, മൗനവ്രതമുണ്ട്. അതേപോലെ തൈമം ചെയ്യൽ നമുക്ക് മാത്രമേ ഉള്ളൂ, ഒരിക്കുണ്ടായിരുന്നില്ല. ഒറ്റ ഉമ്മത്തും തൈമമില്ല, ഒരിക്കൽ ഒതുവേ ഉള്ളൂ. ഒതുവ് ചെയ്തിട്ട് നിസ്കരിക്കാവും. ആ ഉമ്മത്തിന് പള്ളിയിൽ പോയി നിസ്കരിക്കാവും, വീട്ടിൽ നിസ്കാരമില്ല, വേറെ എവിടെ നിസ്കാരമില്ല. ഓരോ നിസ്കാരം ഫുള്ള് പള്ളിയിലാണ്, ഒതുവോടുകൂടി മാത്രം നിസ്കാരമുള്ളൂ. നമുക്കോ ഭൂമിയിൽ എവിടെ നിസ്കരിക്കാം. എനിക്ക് ഭൂമി മുഴുവൻ അള്ളാഹ് മസ്ജിദാക്കിയിരിക്കുന്നു, ഭൂമി മുഴുവൻ അള്ളാഹുവിനക്ക് തുഹൂറുമാക്കിയിരിക്കുന്നു. അപ്പോൾ എവിടെയും ശുദ്ധിയാക്കാം, എവിടെയും നിസ്കരിക്കാം. അത് ഈ ഉമ്മത്തിന് മാത്രമല്ല കൊടുത്ത സ്പെഷ്യൽ നിയമമാണ്. മുൻകാലത്ത് അതില്ല. ഒനീമത്തെ സ്വത്തുക്കൾ, യുദ്ധാർജിത സ്വത്തുക്കൾ ഈ ഉമ്മത്തിന് ഹലാലാണ്. ഒറ്റ നബിക്കും ഹലാലായിട്ടില്ല. എല്ലാ നബിമാരുടെ കാലത്തും യുദ്ധം ചെയ്തിട്ട് സ്വത്ത് കിട്ടിയാൽ അത് ഉപയോഗിക്കാൻ അനുവാദമില്ല. ഈ ഉമ്മത്തിന് മാത്രമാണ് ഉപയോഗിക്കാൻ അനുവാദമുള്ളത്. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും. അസ്ലിയായി നിയമങ്ങൾ മാറില്ല. ഏനെ ഈ ശരീഅത്തിൽ ഇറങ്ങി വരും. അന്ന് ആ ശരീഅത്ത് ബാധകമില്ലല്ലോ. മുഹമ്മദ് നബി വന്നതോടുകൂടി മറ്റേ ശരീഅത്ത് കഴിഞ്ഞു, അത് മൻസൂഖായി. നബി നിയോഗിക്കപ്പെട്ടതോടുകൂടി പഴയ ശരീഅത്തെല്ലാം ദുർബലപ്പെട്ടു. പിന്നെ പുതിയ ശരീഅത്ത് വരുന്ന കാലമാണ്. 23 കൊല്ലം കൊണ്ട് ഈ ശരീഅത്ത് നിയമങ്ങൾ ഉണ്ടായി വന്നത്. അത് വഹീൻ്റെ കാലമാണ്. അന്ന് എന്താണോ വഹി വന്നത് അതേ നിയമമുള്ളൂ. വഹി വരുന്നവരെ അതിന് നിയമമില്ല. അതുകൊണ്ടാണ് ചില സംഗതികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വഹി ഇറങ്ങി അവിടെ അവസാനിപ്പിച്ചു. അതുവരെ ഹലാലായിരുന്നു. സ്വർണം സഹാബികളെക്കാലം ധരിച്ചിരുന്നു, പാടില്ല എന്ന് നബി എപ്പോൾ പറഞ്ഞോ അവിടെ മുതൽ അത് ഒഴിവാക്കി. പിന്നെ വഹാദാമായദുല്ലുന, ഈ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇത് നമ്മെ അറിയിക്കുന്നു. ദലാലത്തൻ വാളിഹ, വ്യക്തമായി നമ്മെ അറിയിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞതൊക്കെ ഖുർആൻ പറഞ്ഞു, അമ്പിയാക്കളെ പറഞ്ഞു. ഇതിനൊക്കെ മനസ്സിലാകുന്ന ഒരു വ്യക്തമായ പോയിന്റ് എന്താണ്? അലാ ഖത്ഇ ബഅദിൽ ജമാഅത്തിൽ മുആസിറ അല്ലത്തി തൻതമി ലിദ്ദഅവതി, ദഅവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ഉണ്ടായ ആധുനികമായ ചില ജമാഅത്തുകൾ, ദഅവത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ജമാഅത്ത്, അല്ലാത്ത ജമാഅത്ത് നോക്കേണ്ട കാര്യമില്ല. സോഷ്യൽ വർക്കിന് വേണ്ടി ജമാഅത്ത് ഉണ്ടാകും. അതേപോലെ മറ്റു ആരോഗ്യരംഗത്ത് സംഘങ്ങളുണ്ടാകും. അതല്ല വിഷയം. ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് രൂപം കൊണ്ട ആധുനികമായ പല സംഘങ്ങളും വഹിയ ലാ തഹ്തമു ബിൽ അഖീദ, പക്ഷെ അവരവട്ടെ അഖീദ പരിഗണിക്കുന്നേയില്ല, ശ്രദ്ധിക്കുന്നേയില്ല.
വഇന്നമാ തുറക്കിസു അലാ ഉമൂരിൻ ജാനിബിയ്യത്തിൻ അഖ്ലാഖിയ്യത്തിൻ വസുലൂക്കിയ്യത്തിൻ. അവരൊക്കെ കേന്ദ്രീകരിക്കുന്നത് മറ്റു ചില കാര്യങ്ങളിലാണ്. സ്വഭാവം നന്നാക്കുക, അവരുടെ രീതികൾ നന്നാക്കുക, സംസ്കാരം നന്നാക്കുക, ഇതാണ് അവർ കേന്ദ്രീകരിക്കുന്നത്. വഹിയ തറാ കസീറൻ മിനൻ നാസ് യുമാരിസുന ശിർക്കൽ അക്ബർ ഹൗല അൽറിഹത്തിൽ മബ്നിയത്തി അലൽ ഖുബൂരി ഫീ ബഅദി ദിയാരിൽ ഇസ്ലാം. ഇസ്ലാമിക നാടുകളിൽ പോലും ഖബറുകളുടെ മേൽ നിർമ്മിക്കപ്പെട്ട ഇത്തരം ദർഗകൾ, അവിടെ പോയി ശിർക്കുൻ അക്ബർ ചെയ്യുന്നത് പോലും ഇവർ കാണുന്നു. വലാ യുൻകിറു ദാലിക, പക്ഷെ അവരത് എതിർക്കുകയില്ല. വലാ തൻഹാ അൻഹു, അത് അവർ വിരോധിക്കുകയില്ല. ലാ ഫീ കലിമത്തിൻ, ഒരു വാക്ക് പോലും പറയില്ല. വലാ ഫീ മുഹാദത്തിൻ, ഒരു പ്രസംഗവും അതിനെതിരെ നടത്തുകയില്ല. വലാ ഫീ മുഅല്ലഫിൻ, ഒരു രചന പോലും അതിനെതിരെ, ഒരു ലേഖനമെങ്കിലും ഒരു പുസ്തകമെങ്കിലും അവരതിലോട്ട് എഴുതുകയുമില്ല. ഇല്ലാ ഖലീല, വളരെ തുച്ഛമായിട്ടല്ലാതെ. ബൽ എന്ന് മാത്രമല്ല, ഖദ് യകൂനു മിൻ സുഫൂഫി തിൽക്കൽ ജമാഅത്തി, ആ ജമാഅത്തിന്റെ ഉള്ളിലുള്ള ആളുകളിൽ പോലും ഉണ്ടാകും മൻ യുമാരിസു ശിർക, ശിർക്ക് ചെയ്യുന്ന ആളുകൾ. ആ ജമാഅത്തിന് ഒപ്പം ദഅവത്ത് നടത്താൻ പോണ മനുഷ്യൻ വരെ ചിലപ്പോൾ 7 ദിവസം കിട്ടിയാൽ പോവുക. എന്നാലും ശരി, അത് തസവുഫ അൽ മുൻഹരിഫ, തെറ്റിപ്പോയ തസവുഫ് സ്വീകരിച്ച ആളുകൾ, വലാ യൻഹൗനഹു വലാ യുനബ്ബിഹുനഹു, അവരത് വിലക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് അവനെ അറിയിക്കുന്ന പോലുമില്ല. നീ വിരോധിക്കല് പോട്ടെ, കാരണം അത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുത്തൂടെ, അതുപോലും അവർ പറയുന്നില്ല. ഓല വാദമോ ഞങ്ങൾ ദഅവത്തിലുള്ള ജമാഅത്താണ്, സംഘമാണ് എന്നാണ്. എന്നാൽ ഈ ലോകത്ത് വന്ന റസൂലുമാരൊക്കെ നടത്തുന്ന ദഅവത്ത് അവരൊട്ട് ശ്രദ്ധിക്കുന്ന പോലുമില്ല. മഅന്നൽ ബദാഅത ബിദഅവത്തി ഹൗലാഇ വഇസ്ലാഹി അഖീദതിഹിം ഔലാ മിൻ ദഅവത്തിൽ മുലാഹിദത്തി വൽ കുഫാരി അൽ മുസർരിഹീന ബികുഫ്രിഹിം. എന്നാൽ കുഫറിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന അവിശ്വാസികൾ, നിരീശ്വരവാദികൾ, അവരെ ദഅവത്തിന് മുമ്പ് ഇവരാണ് ദഅവത്തെത്തേണ്ടത്. ഒരു അസ്ലിൽ തന്നെ കുഫറിലാണ്, ജനിച്ചതേ കുഫറിലാണ്. ഒരു അല്ലാഹ് അംഗീകരിക്കുന്നില്ല, ഖുർആൻ അംഗീകരിക്കുന്നില്ല, നബി അംഗീകരിക്കുന്നില്ല. അവരോട് പറയണം, അതിനു മുമ്പ് ഇവരോട് പറയണം. എന്താ കാരണം? അവരൊക്കെ ലിഅന്നൽ മുലാഹിദ വൽ കുഫാർ മുസർരിഹൂന ബികുഫ്രിഹിം വമുഖിറൂന അന്നമാ ഹും അലൈഹി മുഖാലിഫുൻ ലിമാ ജാഅത് ബിഹി റുസുൽ. അവിശ്വാസികൾ, നിരീശ്വരവാദികൾ അവർ പ്രഖ്യാപിക്കുന്നുണ്ട് ഞങ്ങൾ റസൂലുമാരെ പഠിപ്പിച്ചത് എതിരാണ് എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ ഇസ്ലാമിനെതിരാണ്, ഞങ്ങൾ അല്ലാഹുവിനെ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ റസൂലിനെ അംഗീകരിക്കുന്നില്ല എന്നവർ വ്യക്തമായി പറയുന്നു. അമ്മ ഉലൈക്കൽ ഖുബൂരിയൂന വൽ മുതസവ്വിഫത്തുൽ മുൻഹരിഫൂന ഫയളുന്നൂന അന്നഹും മുസ്ലിമൂൻ. ഈ ആളുകളോ, അവരുടെ ധാരണ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്നാണ്. വഅന്നമാ ഹും അലൈഹി വൽ ഇസ്ലാം, അവർ സ്വീകരിച്ച ഇതാണ് ഇസ്ലാം എന്നാണ് അവരുടെ ധാരണ. ഫയഗ്തറൂന വയഗ്റൂന യുഗിറൂന വയഹും, അവർ വഞ്ചനയിൽ അകപ്പെടുന്നു, അവരെ കൊണ്ട് മറ്റുള്ളവരും വഞ്ചിതരാകുന്നു. മറ്റുള്ളോ ഓരോ ഞങ്ങൾ മുസ്ലിമാണെന്ന് പറയണില്ലല്ലോ, ഇവർ പറഞ്ഞ് ഞങ്ങൾ മുസ്ലിമാണ്, ഞങ്ങളുടെയാണ് ഇസ്ലാം എന്നാണ്, ഇതാണ് ഇസ്ലാം എന്നാണ് ഇവരുടെ വാദം. അവിടെ ഇവരോടാണ് ആദ്യം പറയേണ്ടത് ഇത് ശരിയല്ല. പക്ഷേ ഈ ദഅവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് രൂപീകരിക്കപ്പെട്ട സംഘങ്ങൾ പോലും, അവർക്കിടയിൽ പോലും ഇത് ചെയ്യുന്ന ആളുകളുണ്ടായാലും അത് എതിർക്കുന്നില്ലെന്ന് മാത്രമല്ല, ഒന്ന് പറഞ്ഞു കൊടുക്കുക, അറിയിക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല. ഒരു വാക്കെങ്കിലും പറയില്ല, ഒരു പ്രഭാഷണമെങ്കിലും ഒരു പുസ്തകമെങ്കിലും ആ വിഷയത്തിൽ അവർ ഇറക്കുന്നില്ല. വല്ലാഹി ജല്ല വഅല അംറനാ ബിൽ ബദാഅത്തി ബിൽ കുഫാരി വല്ലാഹു ജല്ല വഅല അമറനാ ബിൽ ബദാഅത്തി ബിൽ കുഫാരി അൽ അഖ്റബീൻ. അല്ലാഹു നമ്മോട് ആവശ്യപ്പെട്ടത് ഏറ്റവും അടുത്ത അവിശ്വാസികൾ കൊണ്ട് ആരംഭിക്കാനാണ്. അല്ലാഹു പറഞ്ഞത് യാ അയ്യുഹൽ ആമനു ഖാതിലുല്ലദീന യലൂനകും മിനൽ കുഫാർ, നിങ്ങളുമായി അടുത്ത ബന്ധമുള്ള കുഫാറിനെ പറ്റിയാണ് ആയത്ത് അല്ലാഹു തആല പറഞ്ഞത്. വയുഹ്കാം, ഉദ്ധരിക്കപ്പെടുന്നു, ശൈഖുൽ കഥ പറയാണ്, അന്ന ഖുബൂരിയൻ റഅ റജുലൻ യഅബ്ദു സനമൻ അമാമഹു. ഒരു ഖബറിനെ ആരാധിക്കുന്ന ഒരു ഖുബൂരി, അയാൾ ഒരു മനുഷ്യൻ ബിംബത്തിനെ വെച്ച് ആരാധിക്കുന്നത് കണ്ടു. അപ്പോ ഫഅൻകറ അലൈഹിൽ ഖുബൂരിയു, ഈ ഖബർ ആരാധിക്കുന്ന മനുഷ്യൻ മറ്റോട് പറയണത് ശരിയല്ല, ബിംബത്തിനെ ആരാധിക്കുന്ന കണ്ടപ്പോൾ ഇത് ചെയ്യാൻ പാടില്ല, ശരിയല്ല എന്ന് പറഞ്ഞു കൊടുത്തു. ഫഖാലഹു ആബിദു, അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു, അൻത തഅബ്ദു മഖ്ലൂഖൻ ഗായിബൻ അൻക, നീ എവിടെയോ കിടക്കുന്ന സൃഷ്ടി ആരാധിക്കുന്നു. വാന അഅബ്ദു മഖ്ലൂഖൻ മാഇദൻ അമാമി, ഞാനോ എൻ്റെ മുമ്പിലുള്ളതിനെ ആരാധിക്കുന്നു. ഫഅയ്യുന അഅജബ്, നമ്മളുടെ ആരുതാണ് കൂടുതൽ അത്ഭുതം ചോദിച്ചത്.
നീ ആരാധിക്കുന്ന മഖ്ലൂക്ക് എവിടെ? ഒന്നുകിൽ ഇറാഖിൽ, അല്ലെങ്കിൽ ബഗ്ദാദിൽ, അല്ലെങ്കിൽ എവിടെ തന്നെ അറിയില്ല. അങ്ങനത്തെ നീ ചോദിക്കണത്. ഞാനോ എൻ്റെ മുമ്പിൽ വെച്ച ഈ സൃഷ്ടിയോടാണ് ഞാൻ ഇബാദത്ത് എടുക്കുന്നത്. ഫൻ ഹസമൽ ഖുബൂരി, അപ്പോൾ അയാൾ ഉത്തരം മുട്ടി എന്ന് കഥ പറയാറുണ്ട് എന്ന് ശൈഖ് അവിടെ എടുത്തു പറയുന്നു. ഹാദാ വഇൻ കാന കുല്ലു മിൻഹുമാ മുസ്തിഖൻ ളാല്ലൻ ലഅന്നഹു യഅബുദു മാ ലാ യംലികു ളറൻ വലാ നഫ്അൻ ഇല്ലാ അന്നൽ ഖുബൂരി യഅഗ്റഖു ഫിൽ ളലാലി വഅബ്ലഗു ഫി തലബിൽ മുഹാൽ. രണ്ടാളും ചെയ്ത ശിർക്കാണ്, കുഫ്റാണ്. പക്ഷേ ഈ ഖുബൂർ ചെയ്യുന്നതാണ് കൂടുതൽ ളലാലത്ത്, വലിയ ളലാലത്ത്. കാരണം എന്താണ്? ഒരിക്കലും സംഭവ്യമല്ലാത്ത, ഒരിക്കലും ഉപകാരപ്രദം ചെയ്യാത്ത രണ്ടാളും ആരാധിക്കുന്നത്. പക്ഷേ അവനേക്കാളേറെ ളലാലത്തിലാകുന്നു. ഫയജിബു അല ദുആത്തി ഇലല്ലാഹ്, അതുകൊണ്ട് ദാഇമാർക്ക് നിർബന്ധമാണ് അൻ യുറക്കിസു അലാ ജാനിബിൽ അഖീദത്തി അക്സറ മിൻ ഗൈരിഹാ, അഖീദയുടെ ഭാഗമാണ് മറ്റെന്തിനേക്കാളേറെ അവർ കേന്ദ്രീകരിക്കേണ്ടത്. വയഖ്ബലു അലാ ദിറാസത്തിഹാ വതഫഹുമിഹാ അവ്വലൻ, അത് പഠിക്കാനും മനസ്സിലാക്കാനുമാണ് അവർ മുന്നോട്ട് വരേണ്ടത്. സുമ്മ യുഅല്ലിമുഹാ ലിഗൈരിഹിം, അവർ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. വയദഉ ഇലൈഹാ, അതിലേക്ക് ക്ഷണിക്കുകയും വേണം. മൻ ഇൻഹറഫ അൻഹാ ഔ അഖല്ല ബിഹാ, അതിന് തെറ്റിപ്പോയ ആളുകളെ, അതിൽ പോരായ്മയുള്ള ആളുകളെ എല്ലാം അതിലേക്ക് ക്ഷണിക്കുകയും വേണം. قال الله تعالى لنبيه صلى الله عليه وسلم قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين. നബിയോട് അല്ലാഹു പറഞ്ഞു, നബിയെ നിങ്ങൾ പറയണം, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ വഴി. അദ്ഉ ഇലല്ലാഹ്, ഞാൻ ക്ഷണിക്കുന്നത് അല്ലാഹുവിലേക്കാകുന്നു. അന, ഞാൻ, വമൻ ഇത്തബഅനി, എന്നെ പിൻപറ്റിയവരും ഇതിലേക്കാണ് ക്ഷണിക്കുന്നത്. വമാ അന മിനൽ മുശ്രിക്കി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കി, ഞാൻ മുശ്രിക്കുകളിൽ പെട്ടവനല്ല എന്ന് നബിയെ നിങ്ങൾ പറയണം എന്ന് അല്ലാഹു നബിയോട് പറഞ്ഞു. അപ്പം നബിയും ക്ഷണിക്കേണ്ടതാണ്. വമനിത്തബഅനി, എന്നെ പിൻപറ്റിയവരും അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കേണ്ടത് എന്ന് നബിയെ നിങ്ങൾ പറയണം എന്ന് അല്ലാഹു തആല നബിയോട് ആവശ്യപ്പെടുന്നു. ഇതല്ല, ഇത് പഠിപ്പിച്ചാൽ കഴിഞ്ഞില്ലേ? ഇത് പഠിപ്പിച്ചാൽ വളരെ ദിവസം പൂട്ടി പോവില്ലേ? ഖാല ഇമാം ഇബ്നു ജരീർ റഹിമഹുല്ലാഹ്, ഇബ്നു ജരീർ ഈ ആയത്തിന് കൊടുത്ത തഫ്സീറാണ്. ഒന്നുമില്ല, ഖുൽ യാ മുഹമ്മദ് ഹാദിഹി, ഇതാണ് എൻ്റെ മാർഗ്ഗം എന്നല്ലോ. അദ്ദഅവതു അല്ലത്തി അദ്ഉ ഇലൈഹാ, ഞാൻ ചെയ്ത അഅ്വത്ത്, എൻ്റെ മാർഗ്ഗം, അല്ലാഹുവിലേക്കുള്ള ക്ഷണമാണ്, ഇതാണ് എൻ്റെ വഴി. അന വമൻ ഇത്തബഅനി അദ്ഉ ഇലൈഹി അലാ ബസീറത്തിൻ അയ്ളൻ മൻ ഇത്തബഅനി വസദ്ദഖനി വആമന ബി, എന്നെ വിശ്വസിച്ച, എന്നെ പിൻപറ്റിയ ആളുകളും ക്ഷണിക്കേണ്ടത് ഇതിലേക്കാണ് എന്ന് നബിയെ നിങ്ങൾ പറയണമെന്നാണ് ഇബ്നു ജരീർ തബരി റഹിമഹുല്ലാഹ് ഈ ആയത്തിന് കൊടുത്ത തഫ്സീർ. ഫൽ ആയത്തുൽ കരീമ തദുല്ലു അലാ അഹമ്മിയത്തി മഅരിഫത്തി അഖീദത്തി ഇസ്ലാമിയ്യത്തി വദ്ദഅവത്തി ഇലൈഹാ. അടുത്ത പാരഗ്രാഫ്, അഖീദയെ പഠിക്കണമെന്നും അതിലേക്ക് ക്ഷണിക്കണമെന്നും അതിന്റെ പ്രാധാന്യവും ഈ ആയത്ത് നമ്മെ അറിയിക്കുന്നുണ്ട്. വഅൻ അത്ബാഅ റസൂൽ അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹും മൻ ഇഖ്തദാ ബിഹി ഫീ ദാലിക, ഇത് പിൻപറ്റുന്നവരാരോ അവരാണ് നബിയുടെ അനുയായികൾ. അന വമനിത്തബ, ഞാനും എന്നെ പിൻപറ്റിയവരും ഇത് ചെയ്യുന്നു. അപ്പോൾ ഇത് ചെയ്യാത്തവനോ? നബിയെ പിൻപറ്റുമെന്ന് പറയില്ല. അപ്പം നബിയെ പിൻപറ്റിയവൻ ഇത് ചെയ്യുന്നവനാണ്. വത്തസഫ ബിസ്സിഫതൈനി, രണ്ട് വിശേഷണമാണ്. അൽ ഇൽമു ബിൽ അഖീദ വദ്ദഅവതു ഇലൈഹാ വഅന്ന മൻ ലം യതഅല്ലം അഹ്കാമൽ അഖീദ വയഹ്തമ ബിഹാ വയദ്ഉ ഇലൈഹാ. ഇത് അഖീദ പഠിക്കാത്ത ഒരാൾ, അഖീദിന്റെ അഹ്കാം അറിയാത്ത ഒരാൾ, അതിലേക്ക് ദഅവത്ത് നടത്താത്ത ഒരാൾ, ഫലൈസ മിൻ അത്ബാഇർ റസൂൽ അൽ ഹഖീഖ, അവൻ നബിയുടെ അനുയായി എന്ന് പറയാൻ പറ്റൂല. നബിയുടെ അനുയായിയാണോ അഖീദ പഠിക്കുകയും അത് വിശ്വസിക്കുകയും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്നവനാകുന്നു. ചേർത്തി പറയുമ്പോൾ പറയാം മുസ്ലിമാണ്, നബിൻ്റെ അനുയായിയാണ് പറയാം. യഥാർത്ഥത്തിൽ അവൻ നബിയുടെ അനുയായി ആവുകയില്ല. വഖാല ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്, ഈ ആയത്ത് ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഖയ്യിം പറയുന്നു, ദക്കറ സുബ്ഹാനഹു മറാത്തിബദ് ദഅവ, ദഅവത്തിന്റെ മർത്തബകളാണ് ഈ ആയത്ത്. ഏത്? നീ റബ്ബിലേക്ക് ക്ഷണിക്കുക, ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹി അഹ്സൻ എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഇബ്നു ഖയ്യിം പറയാണ് ദഅവത്തിന്റെ മർത്തബകളാണ് ഈ ആയത്ത്. വജഅലഹാ സലാസത അഖ്സാമിൻ, മൂന്ന് ഇനമാണ് ദഅവത്ത്. ബിഹസബി ഹാദിൽ മദ്ഉവി, പ്രബോധിതന്റെ അവസ്ഥക്കനുസരിച്ച് ദഅവത്തിന്റെ രീതികൾ മാറുന്നതാണ്. എല്ലാവരും എപ്പോഴും ഒരേപോലല്ല ദഅവത്ത്. ഫഇന്നഹു ഇമ്മാ യകുന ത്വാലിബൻ ലിൽ ഹഖി, കാരണം എന്താ, പ്രബോധിതൻ ഒരു പക്ഷേ ഹക്ക് അന്വേഷിക്കുന്ന ആളായിരിക്കും. അവൻ തയ്യാറാണ്, ബോധ്യപ്പെട്ടാൽ സ്വീകരിക്കാൻ തയ്യാറാണ്. മുഅസ്സിറൻ ലഹു അലാ ഗൈരിഹി ഇദാ അറഫഹു, മനസ്സിലായാൽ അതവൻ സ്വീകരിക്കും. ഫഹാദാ യുദ്ആ ബിൽ ഹിക്മ, ആയത്ത് പറഞ്ഞതാണ് ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി, അതാർക്കാണ്?
സ്വീകരിക്കാൻ തയ്യാറുള്ള ആൾക്കാണെന്നാണ്. ഓൻ സത്യം അന്വേഷിക്കുകയാണ്, ഓനെ പ്രവർത്തവൻ സ്വീകരിക്കാൻ തയ്യാറാണ് എങ്കിൽ ഓനാണ് ബിൽഹിക്മത്തി വലാ യഹ്താജു ഇലാ മൗഇദത്തിൻ, അവിടെ മൗഇദത്ത് ആവശ്യമില്ല, വജിദാലിൻ തർക്കവും ആവശ്യമില്ല. തത്വദിശ അല്ലെങ്കിൽ തെളിവ്, തെളിവ് അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. കഴിവ് തെളിവ് കിട്ടിയാൽ മതി, ഓൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പിന്നെ അവനെ ഉപദേശിക്കേണ്ട കാര്യമില്ല, ഓൻ തെളിവ് അന്വേഷിച്ചെടുക്കുകയാണ്, ഇതാണ് തെളിവ് എന്ന് കാണിച്ചു കൊടുത്താൽ ഓൻ സ്വീകരിച്ചോളും. അവിടെ മൗഇദത്തില്ല, ജിദാലില്ല, ഉപദേശമില്ല, തർക്കമില്ല. ഇനി അല്ലെങ്കിൽ അയാൾ ഹക്കിന് എതിരായതിൽ വ്യാപൃതമായ ആളായിരിക്കും. എന്നാലും ബോധ്യപ്പെട്ടവൻ സ്വീകരിക്കാൻ, പക്ഷെ ഓനെപ്പോഴുള്ളത് മറ്റൊന്നിലാണ്. അത് സത്യം ഉറച്ചു വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. അത് സത്യം അല്ല എന്ന് മനസ്സിലായാലോ അത് ഒഴിവാക്കിയതിലേക്ക് വരും. എങ്കിൽ ഓന് മൗഇദത്തും കൂടി വേണം. ഓന് പ്രചോദനമേകണം, ഓനെ പരലോകം നരകമൊക്കെ പറഞ്ഞു ഓന് അതിനെക്കുറിച്ചുള്ള ഗൗരവം പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. അല്ലെങ്കിൽ ഈ പ്രബോധിതൻ ധിക്കാരം കാണിക്കുന്ന ആളായിരിക്കും, എതിര് പറയുന്ന ആളായിരിക്കും, ഓ എതിർക്കാൻ വരികയാണ്, ഓ തർക്കിക്കാൻ വരികയാണ് എങ്കിൽ ഫഹാല യുജാദലു, അവനോടാണ് മുജാദല, തർക്കം, സംവാദം, ബില്ലത്തി അഹ്സൻ, ഏറ്റവും നല്ല വഴിയിൽ. ഫൈൻ റജഅ, ഓ മടങ്ങിയാലോ, ഓ ഇല്ല മടങ്ങിയാത് മതി, ഓ ഇല്ല ഇല്ലെങ്കിലോ ഇൻ തഖലമാഹുൽ ജിദാൽ, ഇല്ലെങ്കിൽ പിന്നെ അല്ലാത്ത അടുത്ത സ്റ്റെപ്പിലേക്കാണ് പോകേണ്ടത് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു. അതൊക്കെ പിന്നെ അപ്പുറത്ത്, അതാണ് അപ്പുറത്തുള്ളത്, പിന്നെ അവരെ ഒഴിവാക്കാം. അതുകൊണ്ട് ദഅവത്തിന്റെ മനഹജ് എന്താണ്, അവിടെ അനിവാര്യമായി അറിയേണ്ടതൊക്കെ ഇതിന് മനസ്സിലായി. ദഅവത്തിലേക്ക് ചേർക്കപ്പെട്ട് പറയുന്ന പല ജമാഅത്തുകളും അവരുടെ അബദ്ധത്തിലാണ് എന്ന് മനസ്സിലായി. അല്ലാഹു റസൂലും വ്യക്തമാക്കി തന്ന ശരിയായ മൻഹജ്, അതിനെതിരാണ് അവരൊക്കെ ചെയ്യുന്നത് എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി. അതോടെ ആമുഖം കഴിഞ്ഞു. അപ്പം 3 ഭാഗം പറഞ്ഞു. ഒന്ന് ഇസ്ലാമിക അഖീദ എന്താന്ന് പറഞ്ഞു, 2 അത് അറിയണമെന്ന് പറഞ്ഞു, 3 അതിലേക്ക് ദഅവത്ത് നടത്തണം എന്നും പറഞ്ഞു. ഇനി വിശ്വാസ കാര്യങ്ങൾ ഓരോന്നായി പഠിപ്പിക്കുകയാണ്. ഇനിയുള്ള ബാബ് ഉസൂൽ അഖീദ ഇസ്ലാമിയ, ഇസ്ലാമിക അഖീദയുടെ അസ്ലുകൾ 6 കാര്യം, ഈമാൻ കാര്യം മാറണം. അതാണ് ഇനി അദ്ദേഹം വിശദമായി പറയാൻ പോകുന്നത്. അല്ലാഹു തആല ശരിയായ അഖീദ ഉൾക്കൊള്ളാനും പഠിക്കാനും പഠിപ്പിക്കാനും അത് ജീവിതത്തിൽ സ്വീകരിക്കാനും അതിൽ ദഅവത്ത് നടത്താനും എല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അള്ളാഹു എല്ലാം നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.